Good afternoon. 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 Okay, നിങ്ങളുടെ ഫസ്റ്റ് ക്ലാസ് ആണ് അല്ലേ? ഫസ്റ്റ് ക്ലാസ് ആണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ് ക്ലാസ്. അപ്പോ മാം ഓൾറെഡി നിഷ മാമിന്റെ ഇൻട്രൊഡക്ഷൻ ക്ലാസ് ഉണ്ടായിരുന്നു. അതൊക്കെ അറ്റൻഡ് ചെയ്തിരുന്നോ എല്ലാവരും? അറ്റൻഡ് ചെയ്തായിരുന്നു. ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിലെ എല്ലാ ഡീറ്റെയിൽസും മാം ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഓക്കെ, മിസ് ഇവിടെ ഒന്ന് മ്യൂട്ട് ചെയ്യാണ് കേട്ടോ. സംസാരിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ അൺമ്യൂട്ട് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കും വ്യക്തമാവില്ല മിസ് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ നിഷ മാമിന്റെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ മാം പറഞ്ഞു തന്നിട്ടുണ്ടാകും. ഓരോ ക്ലാസ്സുകൾ എങ്ങനെയാണ്, നമ്മുടെ ടീച്ചേഴ്സ് എങ്ങനെയായിരിക്കും ക്ലാസ്സുകൾ എടുക്കുക, ഓരോ ചാപ്റ്റർ വൈസ് ആയിരിക്കും എടുക്കുക കേട്ടോ. ഫസ്റ്റ് മോഡ്യൂൾ, സെക്കൻഡ് മോഡ്യൂൾ, തേർഡ് മോഡ്യൂൾ, ഫോർത്ത് മോഡ്യൂൾ, അങ്ങനെ മോഡ്യൂൾ വൈസ് തിരിച്ചിട്ടുണ്ടാകും. അതില് ഓരോ ടീച്ചേഴ്സും ഓരോ ചാപ്റ്ററുകളായിരിക്കും കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് ഒരു നോട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു നോട്ടില് ഏത് ടീച്ചറാണോ എടുക്കുന്നത് അവരുടെ പേരും അവർ ഏതൊക്കെ ചാപ്റ്റേഴ്സ് എടുത്തു എന്ന രീതിയിലായിരിക്കണം എഴുതേണ്ടത് കേട്ടോ. അല്ലാതെ നമുക്ക് കൃത്യമായിട്ട് തിരിച്ച് ഓരോ പോർഷൻസ് ആയിട്ട് തിരിച്ച് ഓരോ ടീച്ചേഴ്സ് എടുക്കുകയാണ്. അല്ലാതെ ഒരു ചാപ്റ്റർ ഒരു ടീച്ചർ ആയിരിക്കും കൈകാര്യം ചെയ്യുക, അവര് തന്നെയായിരിക്കും അത് കംപ്ലീറ്റ് ചെയ്യുക. അപ്പൊ ഒരു മോഡ്യൂളിലാണെങ്കിൽ ചിലപ്പോൾ 2-3 ചാപ്റ്റേഴ്സ് ഒരു ടീച്ചർ എടുക്കും, അടുത്ത 2-3 ചാപ്റ്റേഴ്സ് ചിലപ്പോൾ അടുത്ത ടീച്ചേഴ്സ് ആയിരിക്കും എടുക്കുക. അപ്പൊ അങ്ങനെ ഓരോ ടീച്ചേഴ്സും ഏതൊക്കെ ചാപ്റ്ററുകൾ എടുത്തു, ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഏതൊക്കെയാണ് എന്ന് നിങ്ങൾ പ്രത്യേകം ഒന്ന് എഴുതി വെക്കണം. കാരണം ഇത് കഴിഞ്ഞ് നിങ്ങൾ എക്സാം ഒക്കെ ആകുമ്പോഴേക്കും എല്ലാ ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ആയോ, അത് ഏത് ടീച്ചേഴ്സ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, നിങ്ങൾക്ക് ഒരു റെക്കോർഡഡ് ക്ലാസ് കാണണമെങ്കിൽ പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞ് കാണണമെങ്കിലും അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ ഏത് ടീച്ചറാണ് എടുത്തത് എന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് ക്ലാസ്സുകൾ ഫൈൻഡ് ഔട്ട് ചെയ്യാനും കാണാനും എളുപ്പമുണ്ടാവും. അപ്പൊ അങ്ങനെ ഓരോ ടീച്ചേഴ്സിന്റെ പേരുകളും അവരെടുക്കുന്ന ചാപ്റ്റേഴ്സും ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പൊ അതിനനുസരിച്ച് ഇപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി ടെക്സ്റ്റ് കാര്യങ്ങൾ കിട്ടിയായിരുന്നോ? ടെക്സ്റ്റ് കിട്ടിയിട്ടുണ്ടോ എല്ലാവർക്കും? ടെക്സ്റ്റ് കിട്ടിയായിരുന്നോ? ഒന്ന് മെസ്സേജ് ഇല്ല. ഓക്കെ, ഇല്ല അല്ലെ? ഇല്ല. ഓക്കെ, ചിലർക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അടുത്ത ദിവസങ്ങളായിട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. കിട്ടാത്തവരുണ്ടെങ്കിൽ ഒത്തിരി വൈകുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഒന്ന് ഓഫീസുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ അതിന് മുൻപ് അധികം ദിവസങ്ങൾ വൈകാതെ തന്നെ കിട്ടുമായിരിക്കും. ചിലർക്ക് ഡിസ്റ്റൻസും കാര്യങ്ങളും അനുസരിച്ച് ചിലപ്പോൾ കുറച്ച് ദിവസത്തിൽ ഒരു ഡിലേ ഒക്കെ ഉള്ളതായിരിക്കും കേട്ടോ. അപ്പൊ അതിനനുസരിച്ച് ടെക്സ്റ്റ് കിട്ടുമ്പോൾ അതിനനുസരിച്ച് ടീച്ചേഴ്സ് പറയുന്ന അനുസരിച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടെക്സ്റ്റിൽ തന്നെ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ നോട്ടോ കാര്യങ്ങളോ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചില ആളുകൾക്ക് ചിലപ്പോൾ വേണമെങ്കിൽ ഒരു ലെക്ചർ നോട്ട് പോലെ എഴുതിയിരിക്കേണ്ട ശീലം ഉണ്ടായേക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന്റെ ഒരു നോട്ട് നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടേതായ ഒരെണ്ണം കീപ്പ് ചെയ്യും കേട്ടോ. അല്ലാതെ അപ്പൊ ഒരു ടീച്ചേഴ്സ് എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ എവിടെ വരെ എടുത്തു നിർത്തിയിട്ടുണ്ട്, എവിടെ വരെ ആ പോർഷൻ ആയി എന്നൊക്കെ നിങ്ങൾക്ക് നോട്ട് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ച് നോട്ടുകൾ നിങ്ങൾക്ക് കയ്യിൽ കരുതാം. അപ്പൊ അല്ലെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റുകളിൽ തന്നെ നോട്ട് ചെയ്ത് വെച്ചാലും മതി കേട്ടോ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ജനറൽ ആയിട്ട് പറയാനുള്ളത്. ആദ്യം നമ്മൾ ഫസ്റ്റ് മോഡ്യൂൾ ആണ് സ്റ്റാർട്ട് ചെയ്യാനും പോകുന്നത് കേട്ടോ. മിസ്സിന്റെ പേര് ആതിര എന്നാണ്. ഓരോ ടീച്ചേഴ്സിനും പേരുകൾ പറയും. അപ്പൊ ഓരോ ടീച്ചേഴ്സ് ഏതൊക്കെ പേര് അവരുടെ പേര് എഴുതാം, അവർ ഏത് ചാപ്റ്റേഴ്സ് എടുക്കുന്നതെന്ന് നോട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ എന്റെ പേര് ആതിര എന്നാണ്. അപ്പൊ നമ്മൾ ഇവിടെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മൊഡ്യൂൾ 1-ലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഇൻട്രൊഡക്ഷൻ. നമുക്ക് ടെക്സ്റ്റ് ഭൂരിഭാഗവും ടെക്സ്റ്റ് കിട്ടാത്തവരായതുകൊണ്ട് ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. നമ്മുടെ ഒരു ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ് നമ്മുടെ ഈ ആദ്യത്തെ ചാപ്റ്ററിൽ. രണ്ടാമത്തെ ചാപ്റ്ററിലാണെങ്കിൽ ഹിസ്റ്ററി, ഹോസ്പിറ്റലിന്റെ ചരിത്രം. ഈ രണ്ട് കാര്യങ്ങളും ആണ് പറയുന്നത്. നമുക്കൊന്ന് കേട്ടിരിക്കാനുള്ളതേ ഉള്ളൂ. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന പോയിന്റ്സ് ആദ്യമേ നിങ്ങളോട് പറയാം. ഈ പറയുന്ന പേപ്പറിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് തരുന്ന ആ ഒരു ടെക്സ്റ്റിനുള്ളിൽ മാത്രമേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുകയുള്ളൂ. എക്സ്ട്രാ ഒരുപാട് നമ്മൾ എന്ത് ചെയ്യേണ്ട, ഒരുപാട് എക്സ്ട്രാ പഠിക്കുകയോ അല്ലെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് വേണം. ചില ടോപ്പിക്കിൽ നമുക്ക് അത്യാവശ്യ അറിവുകൾ നമ്മൾ ഓൾറെഡി ടീച്ചേഴ്സ് പറയുന്നതിനോടൊപ്പം നമുക്ക് പറഞ്ഞു തരും. ഇനി അതല്ല, നിങ്ങൾക്ക് കൂടുതൽ അറിവുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് റെഫർ ചെയ്ത് പഠിക്കാവുന്നതാണ് കേട്ടോ. അതല്ലാതെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നതിലുള്ള നോട്ട്സിൽ നിന്ന് മാത്രമേ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് വ്യക്തമായിട്ട് നമുക്ക് ഈ തന്നിരിക്കുന്ന ടെക്സ്റ്റ് നിങ്ങൾ വ്യക്തമായിട്ട്
മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ടീച്ചേഴ്സ് ക്ലാസ്സിൽ എടുക്കുമ്പോൾ പറയും, അത് കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്യുക. കാരണം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ച് കണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ വരുന്ന ഭാഗങ്ങളാണ് നമ്മൾ നോട്ട് ചെയ്യാൻ പറയുന്നത്. അപ്പൊ ആ ഒരു ഭാഗം നോട്ട് ചെയ്ത് ഒന്ന് സ്ട്രെസ് ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് എക്സാമിൽ അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ ദിവസവും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, മോക്ക് ടെസ്റ്റുകൾ തരുന്നുണ്ട്. അതെല്ലാം അറ്റൻഡ് ചെയ്യുക കേട്ടോ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സുകൾക്ക് ഉള്ള മോക്ക് ടെസ്റ്റുകൾ ഒരു 5 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത്, അത് അടുത്ത നെക്സ്റ്റ് ഡേ ആവുമ്പോഴേക്കും അതൊന്ന് അറ്റൻഡ് ചെയ്യുക. അങ്ങനെ എല്ലാ ദിവസവും ഒന്ന് അപ്ഡേറ്റ് ആയിട്ട്, അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ എന്തായാലും നിങ്ങൾക്ക് പിന്നീട് ആ ഒരു മോക്ക് ടെസ്റ്റ് എക്സാമിന് വരുമ്പോൾ വളരെ പ്രയോജനകരമാണ്. അതുകൊണ്ട് തന്നെ എക്സാമിൻ പോയിന്റ് ഓഫ് വ്യൂവിൽ കൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അതിൽ ഉൾപ്പെടുത്തുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുകയും ചെയ്യും കേട്ടോ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ആദ്യമേ തന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ക്ലിയർ ആണോ? ഇത്രയും ഓക്കെ ആണോ? ഇതൊക്കെ ഓൾറെഡി പറഞ്ഞു തന്ന കാര്യങ്ങളായിരിക്കും, എന്നാലും മിസ് ഒന്നും കൂടി ഓർമ്മിപ്പിച്ചോന്നുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ക്ലാസ് തുടങ്ങുന്ന സമയം മുതൽ നമ്മൾ മ്യൂട്ട് ചെയ്താൽ വെക്കുള്ളൂ കേട്ടോ. ഫോൺ ഓൺ ആക്കില്ല, മ്യൂട്ട് ചെയ്തായിരിക്കും ഇരിക്കാം. കാരണം ഇപ്പൊ പലരും സംസാരിക്കുന്നതിൽ പല ഡിസ്റ്റർബൻസുകൾ വരാം. അപ്പൊ ടീച്ചേഴ്സ് സംസാരിക്കുന്നത് വ്യക്തമായിട്ട് ക്ലിയർ ആവാത്തത് കൊണ്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ മ്യൂട്ട് ചെയ്ത് വെക്കുന്നത്. അപ്പൊ നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതൊക്കെ മെസ്സേജുകളിലൂടെ ആയിരിക്കും കേട്ടോ. മെസ്സേജുകളിലൂടെ ആയിരിക്കും കമ്മ്യൂണിക്കേഷൻ നടത്തുക. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് റിപ്പീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും സ്പീഡ് കൂടുന്നു, അങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ നിങ്ങൾക്ക് തോന്നുമ്പോൾ നിങ്ങളൊന്ന് മെസ്സേജ് ചെയ്തിട്ട് കേട്ടോ. അതാണ് നമുക്ക് കമ്മ്യൂണിക്കേഷനുള്ള മെത്തേഡ്. മെസ്സേജ് ചെയ്യാം. അത് മിസ് കാണുന്നുണ്ടെങ്കിൽ കാണുമ്പോൾ അതിനനുസരിച്ചുള്ള റിപ്ലൈയും കാര്യങ്ങളും തരാം കേട്ടോ. അത് കഴിഞ്ഞ് ലാസ്റ്റ് നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ കുറച്ചും കൂടി ക്ലിയർ ചെയ്യണം, ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ആ ഒരു ക്ലാസ്സിന്റെ അവസാനം നമുക്ക് ആ ഒരു 5 or 10 മിനിറ്റ് നമുക്ക് മ്യൂട്ട് ആക്കിയിട്ട് നമുക്ക് സംസാരിക്കാം കേട്ടോ. അപ്പൊ അങ്ങനെയായിരിക്കും എല്ലാ ക്ലാസ്സുകളും പോവുക. കാരണം ഈ ഒരു റെക്കോർഡഡ് ക്ലാസ് കാണുന്ന ആളുകൾക്കും ആ ഒരു ഡിസ്റ്റർബൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മ്യൂട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ക്ലാസ്സുകൾ ഇനി ഇൻ കേസ് നിങ്ങൾക്ക് എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ റെക്കോർഡിംഗ് ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കും. അതാത് ദിവസത്തെ റെക്കോർഡിംഗ് ക്ലാസ്സുകൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് പിറ്റേ ദിവസം അപ്ഡേറ്റ് ചെയ്ത് തരും. അപ്പൊ അത് ഒന്ന് കണ്ടിട്ട്, ഇപ്പൊ തലേ ദിവസം ക്ലാസ്സുകൾ കിട്ടിയില്ല, അല്ലെങ്കിൽ 2 ദിവസം മുൻപേ ഉള്ളൊരു ക്ലാസ് കിട്ടിയില്ല, അപ്പൊ നെക്സ്റ്റ് ഡേ ആ ഒരു ടീച്ചറിന്റെ ക്ലാസ് കാണുമ്പോൾ നമുക്കൊരു കണ്ടിന്യൂവേഷൻ കിട്ടണമെങ്കിൽ ആദ്യത്തെ ക്ലാസ് എന്തായിരുന്നു എന്ന് അറിയണം അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആ ഒരു റെക്കോർഡഡ് ക്ലാസ്സുകൾ ഒന്ന് കണ്ടിട്ട് നെക്സ്റ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കണ്ടിന്യൂവേഷൻ കിട്ടുകയും കുറച്ചും കൂടി അതൊന്ന് മനസ്സിലാക്കിയെടുക്കാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും കേട്ടോ. ആ ഒരു റെക്കോർഡഡ് ക്ലാസ്സുകൾ ഡെയിലി കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ കയറാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ബെറ്റർ. ഇനി അത് പറ്റുന്നില്ല എങ്കിൽ റെക്കോർഡഡ് ക്ലാസ്സുകൾ അപ് ടു ഡേറ്റ് ആയിട്ട് ഒന്ന് കണ്ട് മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഒരുപാട് പറ്റിയിടാതെ അപ്ഡേറ്റ് ആയിട്ട് പോവാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. അപ്പോ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ചാപ്റ്റർ 1 ആണ് ഇൻട്രൊഡക്ഷൻ. ടെക്സ്റ്റ് ഒന്നും കിട്ടിയിട്ടില്ല എന്നറിയാം, കുറെ പേർക്ക് ടെക്സ്റ്റ് കിട്ടിയിട്ടില്ല. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പറയുന്നത് മിസ് പറയുന്ന സമയത്ത് ഇനി ടെക്സ്റ്റ് കിട്ടുന്ന സമയത്ത് നോട്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. ടെക്സ്റ്റ് കിട്ടുന്ന സമയത്ത് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പൊ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നു, ഇൻട്രൊഡക്ഷൻ. ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ ഒരു ആമുഖമാണ്. എന്താണ് വിദ്യക്ക് ഒരു ഡൗട്ട്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ എല്ലാവർക്കും? ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇൻട്രൊഡക്ഷൻ ആണ്. ഇൻട്രൊഡക്ഷനില് ഒരു ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ. അതായത് ഈ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. അതിൽ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന വേർഡിന്റെ ഒറിജിൻ എവിടെ നിന്നാണ്, അതിന്റെ മീനിങ്സ് എന്തൊക്കെയാണ് വരുന്നത്, അതുപോലെ തന്നെ ഹോസ്പിറ്റൽ പണ്ട് കാലത്തെ ഹോസ്പിറ്റലിൽ നിന്നും ഇപ്പോഴത്തെ ഹോസ്പിറ്റലിലേക്ക് എന്തൊക്കെ പരിണാമങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്, ഹോസ്പിറ്റലിനെ കുറിച്ച് കുറച്ച് ഡെഫിനിഷൻസ്, ഇത്രയും കാര്യങ്ങളാണ് ഇൻട്രൊഡക്ഷൻ ഭാഗത്ത് വരുന്നത്. അപ്പൊ അതില് ഓരോ പാരഗ്രാഫ് ആയിട്ട് നമുക്ക് നോക്കാം. അപ്പൊ നോക്കി സ്റ്റാർട്ട് ചെയ്യാലോ. ഓക്കെ, ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. അപ്പൊ ചാപ്റ്റർ 1 ഇൻട്രൊഡക്ഷൻ. The English words hospitals, hostels, hotels and hospice are all
according to etymology, related to the Latin noun hosps, a word having the opposite meaning, a guest or visitor, and one who provides lodging or entertainment for a guest or visitor, and a place where guest is received. First sentence il പറയുന്നത് the English words ആയിട്ടുള്ള ഹോസ്പിറ്റൽ നമ്മൾ കേട്ട് പരിചയമുള്ള വേർഡ്സ് ആണ് അല്ലെ. ഹോസ്പിറ്റൽ എന്നുള്ള വേർഡ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ഇല്ലേ. ഹോസ്റ്റൽ എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്യാറുണ്ട് ഇല്ലേ. ഹോട്ടൽസ്, ഹോസ്പൈസ് എന്ന് പറഞ്ഞാൽ എന്താ, അഭയ കേന്ദ്രങ്ങൾ. ഇപ്പൊ നമ്മുടെ പാലിയേറ്റീവ് കെയറുകൾ പോലെയുള്ള അഭയ കേന്ദ്രങ്ങളെയാണ് ഹോസ്പൈസ് ഒക്കെ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഹോസ്പൈസുകൾ ആയിക്കോട്ടെ, ഹോട്ടല്, ഹോസ്പിറ്റൽ, അതുപോലെ തന്നെ ഇങ്ങനെ ഹോസ്റ്റൽ മുതലായിട്ടുള്ള എല്ലാ ഇംഗ്ലീഷ് വേർഡും അക്കോർഡിംഗ് ടു എറ്റിമോളജി. എറ്റിമോളജി എന്ന് പറഞ്ഞാൽ the study of origin of words and their meanings. വാക്കുകളുടെ ഉത്ഭവത്തെയും അവയുടെ അർത്ഥങ്ങളെയും കുറിച്ച് പഠിക്കുന്ന പഠനത്തെയാണ് എറ്റിമോളജി എന്ന് പറയുന്നത്. ഒരു വേർഡ് എവിടെ നിന്ന് ഒറിജിനേറ്റ് ചെയ്തു, അതിന്റെ മീനിങ് എന്താണ് എന്നതിനെ കുറിച്ചുള്ള ഒരു സ്റ്റഡി അല്ലെങ്കിൽ ഒരു പഠനത്തെയാണ് എറ്റിമോളജി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു എറ്റിമോളജി പ്രകാരം അല്ലെങ്കിൽ ഈ ഒരു സ്റ്റഡി പ്രകാരം നമ്മുടെ ഇംഗ്ലീഷ് വേർഡ്സ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകൾ, ഹോസ്റ്റൽ, ഹോട്ടൽ ആൻഡ് ഹോസ്പൈസുകൾ മുതലായവ ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഉത്ഭവിച്ചിരിക്കുന്നത് ലാറ്റിൻ നൗൺ ആയിട്ടുള്ള ഹോസ്പ്സിൽ നിന്നുമാണ്. ലാറ്റിൻ നൗൺ ആയിട്ടുള്ള ഹോസ്പ്സിൽ നിന്നുമാണ് ചോദിക്കാറുള്ള ഒരു ഭാഗമാണ് കേട്ടോ. അപ്പൊ ഏത് ലാറ്റിൻ നൗണിൽ നിന്നുമാണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്ന വേർഡ് അല്ലെങ്കിൽ ഹോട്ടൽ എന്ന് പറയുന്ന വേർഡ് അല്ലെങ്കിൽ ഹോസ്റ്റൽ എന്ന് പറയുന്ന വേർഡ് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഉത്ഭവിച്ചിരിക്കുന്നത്? ഏത് വേർഡിൽ നിന്നുമാ? ലാറ്റിൻ നൗൺ ആയിട്ടുള്ള ഹോസ്പിസിൽ നിന്നുമാണ് ഉത്ഭവിച്ചിരിക്കുന്നത്. ഇനി ഈ ഹോസ്പിസ് എന്ന് പറയുന്ന ലാറ്റിൻ നൗണിന്റെ അല്ലെങ്കിൽ ആ ഒരു വേർഡിന്റെ അർത്ഥമാണ് അടുത്തതായിട്ട് പറയുന്നത്. വേർഡ് ഹാവിംഗ് ദ ഓപ്പോസിറ്റ് മീനിങ്, വ്യത്യസ്ത വിപരീത അർത്ഥങ്ങളുള്ള ഒരു വേർഡാണ്. അതിൽ ഒന്നാമത്തെ അർത്ഥം വരുന്നത് എ ഗസ്റ്റ് ഓർ വിസിറ്റർ, ഒരു അതിഥി അല്ലെങ്കിൽ സന്ദർശകൻ എന്നർത്ഥം വരുന്നു. രണ്ടാമത് and the one who provides lodging or entertainment for a guest or visitor, ഒരു അതിഥിക്കോ സന്ദർശകനോ താമസമോ വിനോദമോ നൽകുന്ന ഒരു ആൾ അല്ലെങ്കിൽ ഒരു വ്യക്തി എന്നൊരർത്ഥം വരുന്നുണ്ട്. മൂന്നാമതൊരു അർത്ഥമാണ് a place where guest is received, അതിഥിയെ സ്വീകരിക്കുന്ന ഇടം അല്ലെങ്കിൽ സ്ഥലം എന്ന അർത്ഥവും വരുന്നുണ്ട്. അപ്പൊ ലാറ്റിൻ നൗൺ ആയിട്ടുള്ള ഹോസ്റ്റ്സ് എന്ന് പറയുന്ന വേർഡിന്റെ വിപരീത അർത്ഥങ്ങളാണ് എ ഗസ്റ്റ് ഓർ വിസിറ്റർ, ഒരു അതിഥി അല്ലെങ്കിൽ സന്ദർശകൻ എന്നർത്ഥം വരുന്നു. വൺ ഹു പ്രൊവൈഡ്സ് ലോഡ്ജിംഗ് ഓർ എന്റർടൈൻമെന്റ് ഫോർ എ ഗസ്റ്റ് ഓർ വിസിറ്റർ, ഒരു അതിഥിക്കോ സന്ദർശകനോ താമസമോ വിനോദമോ നൽകുന്ന ഒരു വ്യക്തി എന്നർത്ഥം വരുന്നു. അല്ലെങ്കിൽ എ പ്ലേസ് വേർ ഗസ്റ്റ് ഈസ് റിസീവ്ഡ്, അതിഥിയെ സ്വീകരിക്കുന്ന ഇടം അല്ലെങ്കിൽ സ്ഥലം എന്നും അർത്ഥം വരുന്നു. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് പോയിന്റിൽ പറഞ്ഞത്? ഇംഗ്ലീഷ് വേർഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ, ഹോട്ടൽ, ഹോസ്റ്റൽ, ഹോസ്പൈസ്. ഹോസ്പൈസ് എന്ന് പറഞ്ഞാൽ അഭയ കേന്ദ്രങ്ങൾ കേട്ടോ. അപ്പൊ പാലിയേറ്റീവ് കെയറുകൾ പോലെയുള്ളവ. അപ്പൊ അങ്ങനെയുള്ള സ്ഥാപനങ്ങളുടെ ഇങ്ങനെയുള്ള ഇംഗ്ലീഷ് വേർഡിന്റെയൊക്കെ എറ്റിമോളജി പ്രകാരം PDF അണ്ടർലൈൻ ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചാൽ അറിയില്ല കേട്ടോ. PDF അണ്ടർലൈൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ടോ? അങ്ങനെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് വെച്ചോളൂ കേട്ടോ. അങ്ങനെ ഒരു ഓപ്ഷൻ അണ്ടർലൈൻ ചെയ്ത് വെക്കാൻ പറ്റുമോ എന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങളുടെ സിസ്റ്റത്തിൽ നോക്കി ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ കേട്ടോ. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കാം. ഇപ്പൊ ജസ്റ്റ് നിങ്ങൾ കേട്ടിരുന്നാൽ മതി. വേണമെങ്കിലും മിസ് നെക്സ്റ്റ് ഡേ നിങ്ങൾക്ക് ഒരു ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിയുമ്പോ പറഞ്ഞു തരാം കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് ടെക്സ്റ്റ് ഒക്കെ കിട്ടി സെറ്റ് ആയി കഴിയുമ്പോ പറഞ്ഞു തരാം കേട്ടോ. അത് മതിയോ? അല്ലെങ്കിൽ PDF ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഓക്കെ, ഒന്ന് ശ്രദ്ധിച്ചിരുന്നാ മതി കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ചിരുന്നാ മതി. പിന്നെ ടെക്സ്റ്റ് ഒക്കെ കിട്ടിയിട്ട് നമുക്ക് അതിനനുസരിച്ച് എന്താന്ന് വെച്ചാൽ ചെയ്തു തരാം കേട്ടോ. ഇപ്പൊ ഇംഗ്ലീഷ് വേർഡ്സ് ആയിട്ടുള്ള ഏതൊക്കെയാ നമ്മൾ പറഞ്ഞത്? ഹോസ്പിറ്റൽ, ഹോസ്റ്റൽ, ഹോട്ടൽ, ഹോസ്പൈസ് മുതലായവയെല്ലാം എറ്റിമോളജി പ്രകാരം. എറ്റിമോളജി എന്ന് പറഞ്ഞാല് ഒരു വേർഡിന്റെ ഒറിജിനും അതിന്റെ മീനിങ്സിനെയും കുറിച്ചുള്ള പഠനത്തെ അല്ലെങ്കിൽ സ്റ്റഡി നടത്തുന്നതിനെയാണ് എറ്റിമോളജി എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു പഠന പ്രകാരം ഈ ഇംഗ്ലീഷ് വേർഡ്സിന്റെ ഒക്കെ ലാറ്റിൻ നൗൺ ആയിട്ടുള്ള
ഹോസ്പിസിൽ നിന്നുമാണ് ഇത് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഉത്ഭവിച്ചിരിക്കുന്നത്. ഇനി ഈ ഒരു ഹോസ്പിസ് എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം അല്ലെങ്കിൽ മീനിങ് ആണ്, ഡിഫറെന്റ് മീനിങ്സ് ആണുള്ളത്. അതിൽ ഒന്നാമത്തത് എ ഗസ്റ്റ് ഓർ വിസിറ്റർ, ഒരു അതിഥി അല്ലെങ്കിൽ സന്ദർശകൻ എന്ന അർത്ഥം വരുന്നുണ്ട്. രണ്ടാമത്തത് വൺ ഹു പ്രൊവൈഡ്സ് ലോഡ്ജിംഗ് ഓർ എന്റർടൈൻമെന്റ് ഫോർ എ ഗസ്റ്റ് ഓർ വിസിറ്റർ, ഒരു അതിഥിക്കോ സന്ദർശകനോ താമസമോ വിനോദമോ നൽകുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരാൾ എന്നൊരർത്ഥം വരുന്നുണ്ട്. ആൻഡ് എ പ്ലേസ് വെയർ ഗസ്റ്റ് ഈസ് റിസീവ്ഡ്, അതിഥിയെ സ്വീകരിക്കുന്ന ഇടം അല്ലെങ്കിൽ സ്ഥലം എന്നും അർത്ഥം വരുന്നുണ്ട്. ക്ലിയർ ആണോ ഫസ്റ്റ് സെന്റൻസ്? ഓക്കെ ആണോ? ഓക്കെ. Then second one, from its gradual evolution through the 18th and 19th centuries, the hospitals in the eastern and western world has come of age only newly during the past 50 years. Also, the concept of today's hospital, contrasting basically from the old idea of a hospital as no more than a place for the treatment of the sick. അതായത് ഇപ്പൊ നമുക്കറിയാം, പണ്ട് കാലങ്ങൾ മുതലേ നമ്മുടെ ഹോസ്പിറ്റലുകൾ എന്ന് പറയുന്നത് ശരിക്കും ഒരു ചികിത്സയ്ക്ക് വേണ്ടി, രോഗികൾക്കുള്ള ഒരു ചികിത്സയ്ക്ക് വേണ്ടി മാത്രം എന്നുള്ളൊരു കോൺസെപ്റ്റ് ആയിരുന്നു ആദ്യകാലങ്ങളിലെ ഹോസ്പിറ്റലുകളിൽ, അല്ലെ? ഇന്നത്തെ ഹോസ്പിറ്റലുകളിൽ അങ്ങനെയാണോ? ഇന്ന് അവിടെ ട്രീറ്റ്മെന്റ് മാത്രമാണോ ഒരു ഹോസ്പിറ്റലിൽ കൊടുക്കുന്നത്? ആണോ? ട്രീറ്റ്മെന്റുകൾ മാത്രമേ കൊടുക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ഒരു രോഗത്തിനുള്ള ചികിത്സ മാത്രമേ കൊടുക്കുന്നുള്ളൂ? അല്ല. ആ ഒരു വ്യക്തി വന്നാൽ അവരുടെ നല്ല ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ആരോഗ്യം അല്ലെങ്കിൽ അവരുടെ പൂർണ്ണമായ ഒരു ജീവിത ആരോഗ്യം അല്ലെങ്കിൽ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരുപാട് സർവീസുകൾ എന്ന ഹോസ്പിറ്റലുകൾ നൽകുന്നുണ്ട്, അല്ലെ? ഒരു ട്രീറ്റ്മെന്റ് മാത്രം കൊടുക്കുന്ന ഒരു കേന്ദ്രങ്ങളായിട്ടല്ല നമ്മുടെ ഹോസ്പിറ്റലിൽ ഇന്ന് പ്രവർത്തിക്കുന്നത്. അപ്പൊ ഇവിടെയും അത് തന്നെയാ പറയുന്നത്. അതിന്റെ ആ ഒരു പരിണാമം, അതായത് 18ാം നൂറ്റാണ്ടിലും 19ാം നൂറ്റാണ്ടിലും ഉണ്ടായിരുന്ന ഒരു ക്രമാനുഗതമായിട്ടുള്ള ഒരു പുരോഗതി അല്ലെങ്കിൽ ഒരു ഇവല്യൂഷൻ, പരിണാമത്തിന്റെ ഫലമായിട്ട് വെസ്റ്റേൺ ആൻഡ് ഈസ്റ്റേൺ വെസ്റ്റേൺ വേൾഡില്, നമ്മുടെ കിഴക്ക് പടിഞ്ഞാറൻ ലോകത്തിലെ രാജ്യങ്ങളിലെ അവിടുത്തെ ഹോസ്പിറ്റലുകളില് അവർ പഴയ 50 വർഷങ്ങളായിട്ട്, അതായത് പണ്ട് മുതലേ അവരൊരു 50 വർഷക്കാലമായി അവർ ഫോളോ ചെയ്ത് വന്നിരുന്ന പഴയ രീതികളും പഴയ ഐഡിയാസിനെയും ഒക്കെ മാറ്റിമറിച്ചുകൊണ്ട് പുതിയ, അതായത് ശരിക്കും ഒരു ഹോസ്പിറ്റല് രോഗികൾക്കുള്ള ചികിത്സ മാത്രം കൊടുക്കുക എന്ന ആ ഒരു പഴയ കോൺസെപ്റ്റിനെ മാറ്റിക്കൊണ്ട് പുതിയതായിട്ടുള്ള ആശയങ്ങൾ കൊണ്ടുവരികയും അതിനനുസരിച്ച് പുതിയ പുതിയ ആശുപത്രികൾ ഉണ്ടാവുകയും ചെയ്യാൻ തുടങ്ങി. അപ്പൊ ആ രണ്ടാമത്തെ സെന്റൻസിൽ പറയുന്നത് ഫ്രം ഇറ്റ്സ് ഗ്രാജുവൽ എവല്യൂഷൻ ത്രൂ ദ 18th and 19th century, 18ാം നൂറ്റാണ്ടിലും 19ാം നൂറ്റാണ്ടിലും ഉണ്ടായ ഒരു ക്രമാനുഗതമായിട്ടുള്ള പരിണാമത്തിന്റെ ഫലമായിട്ട് പണ്ട് കാലങ്ങളിലെ ഹോസ്പിറ്റലുകൾ എന്ന് പറഞ്ഞാൽ ട്രീറ്റ്മെന്റ് ഓഫ് ദ സിക്ക്, അല്ലെ? അവിടെ രോഗികൾക്കുള്ള ചികിത്സയ്ക്ക് വേണ്ടി മാത്രമുള്ള ഒരു സ്ഥാപനം എന്നൊരു രീതിയായിരുന്നു അല്ലെങ്കിൽ ഒരു ആശയമായിരുന്നു മുൻപുണ്ടായിരുന്നത്. എന്നാൽ ആ ആശയത്തെയൊക്കെ മാറി മറിച്ചുകൊണ്ട് ഒരു 50 വർഷക്കാലമായി ആ ഹോസ്പിറ്റലുകൾ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന പഴയ രീതികളും പഴയ ആശയങ്ങളും ഒക്കെ മാറ്റിമറിച്ചുകൊണ്ട് പുതിയതായിട്ടുള്ള കോൺസെപ്റ്റുകൾ അല്ലെങ്കിൽ ഐഡിയാസ് ഒക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, ഉത്ഭവിക്കാനും അതിനനുസരിച്ച് പുതിയ പുതിയ ഹോസ്പിറ്റലുകൾ ഉണ്ടാവാനും ആരംഭിച്ചു. ക്ലിയർ ആണോ? സെക്കൻഡ് സെന്റൻസ്. ഓക്കെ ഓക്കെ. നെക്സ്റ്റ് സെക്കൻഡ് പാരഗ്രാഫ് ആണ് കേട്ടോ. സെക്കൻഡ് പാരഗ്രാഫിൽ പറയുന്നത് currently the hospitals are not just seen as healing centers but also as a place that actually promote healthfully. അപ്പൊ നിലവില് നമ്മുടെ ഹോസ്പിറ്റലുകളെല്ലാം രോഗശമന കേന്ദ്രങ്ങൾ മാത്രമായിട്ടല്ല പ്രവർത്തിക്കുന്നത്, ബട്ട് ഓൾസോ ആസ് എ പ്ലേസ് ദാറ്റ് ആക്ച്വലി പ്രൊമോട്ട് ഹെൽത്ത്ഫുൾ ലിവിംഗ്. നമ്മുടെ ഒരു ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിതത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സ്ഥലമായിട്ട് ഇന്നത്തെ ആശുപത്രികൾ മാറിക്കഴിഞ്ഞു. അപ്പൊ ശരിക്കും ഒരു രോഗശമനം നൽകുന്ന ഒരു കേന്ദ്രങ്ങൾ മാത്രമായല്ല നമ്മുടെ ഇന്നത്തെ ഹോസ്പിറ്റലുകൾ എന്ത് ചെയ്യുന്നത്, ഇന്നത്തെ ഹോസ്പിറ്റലുകൾ സ്ഥിതി ചെയ്യുന്നത്. മറിച്ച് അവർ എന്ത് പ്രൊമോട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞ ആക്ച്വലി പ്രൊമോട്ട് ഹെൽത്ത്ഫുൾ ലിവിംഗ് എന്നല്ല, ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിതത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള സ്ഥാപനങ്ങളായിട്ട് ഇന്നത്തെ ഹോസ്പിറ്റലുകൾ മാറിക്കൊണ്ടിരിക്കുന്നു. So the general public would prefer to visit hospital that offers many facilities rather than going to a hospital that only satisfy to the patient's care. നമുക്കറിയാം, ഒരു പൊതുജനത്തിന് നമുക്കാണെങ്കിലും എപ്പോഴും ഏത് തരത്തിലുള്ള ഒരു ഹോസ്പിറ്റലിൽ പോകാനാണ് ഇഷ്ടം?
ഒരിക്കലും നമുക്ക് ജസ്റ്റ് ഒരു ഫേസ് നമുക്കൊരു ട്രീറ്റ്മെന്റ് മാത്രം കിട്ടുന്ന ഹോസ്പിറ്റലിൽ പോകാനാണോ അതോ എല്ലാ ഫെസിലിറ്റികളും ഉള്ള ഒരു ഹോസ്പിറ്റലിൽ പോകാനായിരിക്കും താല്പര്യം? എവിടെയായിരിക്കും നമുക്ക് കൂടുതൽ താല്പര്യമുള്ളത്? എല്ലാ ഫെസിലിറ്റികളും ഉള്ള ഒരു ഹോസ്പിറ്റലിൽ പോകാനായിരിക്കും അല്ലെ? അല്ലെ? നമുക്ക് എല്ലാവർക്കും താല്പര്യം അങ്ങനെയാണ് അല്ലെ? അത് തന്നെ ഇവിടെയും പറയുന്നത് ദ ജനറൽ പബ്ലിക്, പൊതുജനങ്ങൾക്ക് എപ്പോഴും താല്പര്യം എങ്ങനെയുള്ള ഹോസ്പിറ്റലിൽ പോകാനാ? ഒരിക്കലും രോഗി പരിചരണം മാത്രം തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ഹോസ്പിറ്റലിൽ പോകാനല്ല, മറിച്ച് എല്ലാ സൗകര്യങ്ങളും കൂടിയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിൽ പോകാൻ തന്നെയാണ് ഏതൊരു പൊതുജനത്തിനും താല്പര്യം ഉണ്ടായിരിക്കുക. സോ വിത്ത് ദിസ് കോൺസെപ്റ്റ്, ഈ ഒരു ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ the image of the hospital that only satisfied to the image of the hospital gradually become good and they are being erased again and again from just being the centers for medical care and treatment to a facility providing comprehensive, preventive, curative and rehabilitation services. ഈ ഒരു ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ ആളുകൾക്ക് ഇങ്ങനെയുള്ളതാണ്, എല്ലാ ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റലിൽ പോകാനാണ് താല്പര്യം. ഈ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ആശയത്തിന്റെ അടിസ്ഥാനത്തില് നമ്മുടെ ഹോസ്പിറ്റലിൽ ഇങ്ങനെയുള്ള പുതിയ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന്റെ അടിസ്ഥാനത്തിൽ നമുക്കറിയാം, ഇവിടെയും നമ്മൾ അത് തന്നെ പറയുന്നത്, പണ്ട് കാലങ്ങളിൽ ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്ന നമുക്ക് വൈദ്യപരിചരണം കൊടുക്കാൻ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ഒരു കേന്ദ്രം മാത്രമായിരുന്നെങ്കിൽ, എന്നാൽ ഇപ്പോ എല്ലാ ഫെസിലിറ്റികളോടും കൂടിയ സ്ഥാപനങ്ങളായി മാറുന്നു. എങ്ങനെയുള്ളതാ? ഫെസിലിറ്റി പ്രൊവൈഡിങ് കോംപ്രിഹെൻസീവ്, വളരെ സമഗ്രമായിട്ടുള്ള പ്രിവെന്റീവ്, രോഗപ്രതിരോധം നൽകുന്ന, ക്യൂറേറ്റീവ്, രോഗശമനം നൽകുന്ന ആൻഡ് റീഹാബിലിറ്റേഷൻ സർവീസസ്, പുനരധിവാസ സേവനങ്ങൾ നൽകുന്ന. എന്താണ് റീഹാബിലിറ്റേഷൻ സർവീസസിൽ വരിക? ഏതൊക്കെയായിരിക്കും പുനരധിവാസ സേവനങ്ങൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാ വരിക? എളുപ്പത്തില്ല, നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഏതൊക്കെയായിരിക്കും വരുന്നത്? റീഹാബിലിറ്റേഷൻ സർവീസ് എന്ന് പറഞ്ഞാൽ പുനരധിവാസം. അതായത് ഓൾറെഡി അവർക്ക് നമ്മൾ ട്രീറ്റ്മെന്റോ കാര്യങ്ങളോ കൊടുത്തിട്ടുണ്ട്, അവരുടെ രോഗം ഭേദമായിട്ടുണ്ടെങ്കിലും അവർ ആ ഒരു നോർമൽ ലൈഫിലേക്ക് വരാൻ ഒരുപാട് ഫിസിയോതെറാപ്പികളൊക്കെ നമ്മൾ ചെയ്യാറില്ല, ഇല്ലേ? ഫിസിയോതെറാപ്പി ഒക്കെ എങ്ങനെയാ ചെയ്യുന്നത്? നമുക്ക് അവർക്കുള്ള ഒരു രോഗശമനം, അവർക്ക് അവരുടെ ഒരു ട്രീറ്റ്മെന്റ് നമ്മൾ ആവശ്യമായിട്ടുള്ളത് കൊടുക്കും. പക്ഷെ എന്നാൽ പോലും കുറച്ചധികം എക്സ്ട്രാ കെയർ കൊടുക്കുമ്പോഴാണ്, അങ്ങനെയുള്ള എക്സ്ട്രാ കുറെ അധികം കാര്യങ്ങൾ കൊടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാം, അവരെ ഒരു നോർമൽ ലൈഫിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ പറ്റുക അല്ലെ? അതുപോലെ ഡി അഡിക്ഷൻ സെന്ററുകൾ, അതെല്ലാം റീഹാബിലിറ്റേഷൻ സർവീസുകളിൽ ഉൾപ്പെടുന്നതാണ് കേട്ടോ. ജസ്റ്റ് മിസ് ഒന്ന് എക്സ്ട്രാ ഒന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ, നമുക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെയുള്ള പുനരധിവാസ സേവനങ്ങൾ നൽകുന്ന, രോഗശമനം നൽകുന്ന, രോഗപ്രതിരോധം നൽകുന്ന ഒരു സമഗ്രമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും അല്ലെങ്കിൽ എല്ലാ ഫെസിലിറ്റികളും നൽകുന്ന സ്ഥാപനങ്ങളായിട്ട് ഇന്നത്തെ ഹോസ്പിറ്റൽ മാറിയത് കൊണ്ട് തന്നെ ആ ഒരു കോൺസെപ്റ്റുകളിൽ ഉണ്ടായ വ്യത്യാസം അല്ലെങ്കിൽ ആ ആശയങ്ങളിൽ ഉണ്ടായ വ്യത്യാസങ്ങൾ കൊണ്ട് തന്നെ ക്രമാനുഗതമായിട്ട് അല്ലെങ്കിൽ ഒരു ഗ്രാജുവലി ആ ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള ചിത്രം ക്രമേണ ആളുകളുടെ മനസ്സിൽ എങ്ങനെയായി? മികച്ചതായിക്കൊണ്ടിരിക്കുന്നു അല്ലെ? ആദ്യകാല ഹോസ്പിറ്റലിലെ അപേക്ഷിച്ച് നമ്മുടെ ഇപ്പോഴത്തെ ഹോസ്പിറ്റലിൽ ഒരുപാട് പുതിയ പുതിയ ഫെസിലിറ്റികളും കാര്യങ്ങളും നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ അതിനനുസരിച്ച് ആ ഹോസ്പിറ്റലിന്റെ ചിത്രവും നമ്മുടെ മനസ്സിൽ എന്ത് ചെയ്യുന്നു? നല്ല മികച്ചതായിക്കൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ പാരഗ്രാഫിൽ പറഞ്ഞത് ഹോസ്പിറ്റലുകൾ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഹീലിംഗ് സെന്റേഴ്സ് അല്ലെങ്കിൽ രോഗശമനം നടത്തുന്ന കേന്ദ്രങ്ങൾ മാത്രമല്ല, മറിച്ച് ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിതത്തെ പ്രോത്സാഹിപ്പിക്കുന്ന കേന്ദ്രങ്ങളായി അവ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ പൊതുജനങ്ങൾക്ക് എപ്പോഴും താല്പര്യം നല്ല ഫെസിലിറ്റികൾ കൊടുക്കുന്ന ഹോസ്പിറ്റലിൽ പോവാൻ തന്നെയാണ്, അല്ലാതെ ജസ്റ്റ് ഒരു മെഡിക്കൽ ട്രീറ്റ്മെന്റ് മാത്രം കൊടുക്കുന്ന ഹോസ്പിറ്റലിൽ പോവാനല്ല അവർക്ക് കൂടുതൽ താല്പര്യം. അപ്പൊ ഇങ്ങനെയുള്ള ആശയങ്ങളിൽ വരുന്ന വ്യത്യാസങ്ങൾ, അതിനനുസരിച്ച് പുതിയ പുതിയ ഫെസിലിറ്റികൾ എങ്ങനെയുള്ളതാ? സമഗ്രമായിട്ടുള്ള രോഗശമനം, രോഗപ്രതിരോധം, പുനരധിവാസം മുതലായ എല്ലാ സർവീസുകളും കൊടുക്കുന്ന എല്ലാ ഫെസിലിറ്റികളും ഉള്ള ഒരു ഹോസ്പിറ്റൽ എന്നൊരു കോൺസെപ്റ്റ് വന്നതോടുകൂടി ആ കോൺസെപ്റ്റിനെ അടിസ്ഥാനമാക്കി ആളുകൾക്ക് എന്ത് ചെയ്തു? ആ ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള ഒരു ചിത്രം ആളുകളുടെ മനസ്സിൽ വളരെ മികച്ചതാവാനായിട്ട് ആരംഭിച്ചു. ക്ലിയർ ആണോ? സെക്കൻഡ് പാരഗ്രാഫ് ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ നമ്മൾ രണ്ട് പാരഗ്രാഫ്, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ഭാഗമാണ് പറഞ്ഞിരിക്കുന്നത്. ഈ രണ്ട് പാരഗ്രാഫിലും നിങ്ങൾ ആകെ നോക്കേണ്ടത്
പ്രധാനമായിട്ടും ആ ഇംഗ്ലീഷ് വേർഡ് ആയിട്ടുള്ള ലാറ്റിൻ നൗണിന്റെ ഹോസ്പിസിന്റെ അർത്ഥങ്ങള്, അതുപോലെ ഏതൊക്കെ വേർഡ്സിന്റെ ആണ് ഒറിജിൻ ആണ് ലാറ്റിൻ നൗൺ ആയിട്ടുള്ള ഹോസ്പിസ്, ഏതൊക്കെ വേർഡ്സിന്റെ ഒറിജിൻ ആയിട്ടാണ് വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് പ്രധാനമായിട്ടും ക്വസ്റ്റ്യൻസ് വരിക കേട്ടോ. 2 ലക്ഷം ഭാഗം ചെറിയ ഭാഗമാണ്, അതുകൊണ്ട് തന്നെ അധികം ഓവറായിട്ട് ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാവില്ല. ചെറിയ ഭാഗങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം നോട്ട് ചെയ്താൽ മതി കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴാണോ ഇനി ടെക്സ്റ്റ് കിട്ടുന്നത് അപ്പോൾ കൂടുതൽ പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഡെഫിനിഷനിലേക്ക് പോവാം. ക്ലിയർ ആണല്ലോ എല്ലാവർക്കും അല്ലെ? ആദ്യ ഭാഗം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തത് ഡെഫിനിഷൻ ഓഫ് ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിനെ കുറിച്ച് ഒരു 1-2 ഡെഫിനിഷൻസ് അല്ലെങ്കിൽ നിർവചനങ്ങളാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ്, ഹോസ്പിറ്റൽസ് ആർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൊവൈഡിംഗ് മെഡിക്കൽ ആൻഡ് സർജിക്കൽ ട്രീറ്റ്മെന്റ് ആൻഡ് നഴ്സിംഗ് കെയർ ഫോർ എനി ഇൽ ഓർ ഇൻജേർഡ് പീപ്പിൾ. ആദ്യത്തെ ഡെഫിനിഷൻ ആണ് കേട്ടോ. ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള ആദ്യത്തെ ഡെഫിനിഷൻ ആണ്. ഡെഫിനിഷൻസ് ചോദിക്കാറുണ്ട് കേട്ടോ. ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞാൽ രോഗബാധിതരോ പരിക്കേറ്റതോ ആയിട്ടുള്ള രോഗികൾക്ക് മെഡിക്കൽ, സർജിക്കൽ ആൻഡ് നഴ്സിംഗ് കെയർ അല്ലെങ്കിൽ നഴ്സിംഗ് പരിചരണങ്ങൾ നൽകുന്ന സ്ഥാപനങ്ങളെയാണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് അല്ലെ? നമുക്കൊരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമുക്ക് മെഡിക്കൽ പരമായിട്ടുള്ള കെയർ കിട്ടുന്നുണ്ട്, സർജിക്കൽ കെയർ കിട്ടുന്നുണ്ട്, നഴ്സിംഗ് കെയർ കിട്ടുന്നുണ്ട് അല്ലെ? ഒരു രോഗബാധിതരോ ആയിട്ടുള്ള രോഗിയോ അല്ലെങ്കിൽ രോഗബാധിതരോ പരിക്കേറ്റവരോ ആയിട്ടുള്ള രോഗികൾക്ക് മെഡിക്കൽ, സർജിക്കൽ ആൻഡ് നഴ്സിംഗ് കെയർ മുതലായവ നൽകുന്ന ഒരു സ്ഥാപനമാണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അതാണ് ഫസ്റ്റ് ഡെഫിനിഷനിൽ പറയുക. രണ്ടാമത്തത്, an institution that make use of physicians, surgeons and team of technical staff in order to provide facilities for diagnosis, therapy, rehabilitation, prevention, education and research. രണ്ടാമത്തെ ഡെഫിനിഷൻ പറയുന്നത് ഒരു ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ is an institution, ഇതൊരു സ്ഥാപനമാണ്. that make use of, ഇത് ആരെയൊക്കെ ഉപയോഗിക്കുന്നു? ആ ഒരു സ്ഥാപനത്തില് ഫിസിഷ്യൻസിനെ ഉപയോഗിക്കുന്നു, സർജൻസ് അല്ലെ, ശസ്ത്രക്രിയ വിദഗ്ധരെ ഉപയോഗിക്കുന്നു, ആൻഡ് ടീം ഓഫ് ടെക്നിക്കൽ സ്റ്റാഫ് അല്ലെ. ഇവരെല്ലാം നമ്മൾ ഹോസ്പിറ്റൽസിൽ യൂസ് ചെയ്യുന്നതല്ലേ അല്ലെ? ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അവിടെ ടെക്നിക്കൽ സ്റ്റാഫുകൾ ഉണ്ടാവും, സർജൻസ് ഉണ്ടാവും, ഫിസിഷ്യൻസ് ഉണ്ടാവും അല്ലെ? അപ്പൊ ഇവരെല്ലാം ഉപയോഗിക്കുന്ന ഒരു സ്ഥാപനമാണ് എന്തെന്ന് പറയുന്നത്? ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഇനി എന്തിനു വേണ്ടി ഇവർ ഉപയോഗിക്കുന്നു? എന്തിനു വേണ്ടിയാ? ഇൻ ഓർഡർ ടു പ്രൊവൈഡ് ഫെസിലിറ്റീസ്, എങ്ങനെയുള്ള സൗകര്യങ്ങൾ നൽകാൻ, ഫോർ ഡയഗ്നോസിസ്, രോഗനിർണയം നടത്താൻ, തെറാപ്പികൾ കൊടുക്കാൻ, റീഹാബിലിറ്റേഷൻ, പുനരധിവാസം കൊടുക്കാൻ, പ്രിവെൻഷൻ, രോഗപ്രതിരോധം നടത്താൻ, എഡ്യൂക്കേഷൻസ്, പഠനങ്ങൾ നടത്താൻ, ആൻഡ് റിസർച്ച്, ഗവേഷണങ്ങൾ നടത്താൻ. ഇത്രയും കാര്യങ്ങൾ എന്തിനു വേണ്ടിയിട്ടൊക്കെയാ? രോഗനിർണയം, തെറാപ്പികൾ, റീഹാബിലിറ്റേഷൻ, പുനരധിവാസം, പ്രിവെൻഷൻ, രോഗപ്രതിരോധം, എഡ്യൂക്കേഷൻ, പഠനം, ആൻഡ് റിസർച്ച്, ഗവേഷണം മുതലായ ഫെസിലിറ്റികളിൽ സൗകര്യങ്ങൾ നൽകാൻ വേണ്ടി ഫിസിഷ്യൻസിനെയും സർജൻസിനെയും ടീം ഓഫ് ടെക്നിക്കൽ സ്റ്റാഫുകളെയും ഉപയോഗപ്പെടുത്തുന്ന ഒരു സ്ഥാപനമാണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. 2 ഡെഫിനിഷൻസ് ആണ് നമ്മൾ ഇവിടെ പറഞ്ഞത്, 2 നിർവചനങ്ങൾ. അതിൽ ഒന്നാമത്തെ ഡെഫിനിഷൻ ആണ്, ഹോസ്പിറ്റൽസ് ആർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൊവൈഡിംഗ് മെഡിക്കൽ ആൻഡ് സർജിക്കൽ ട്രീറ്റ്മെന്റ് ആൻഡ് നഴ്സിംഗ് കെയർ ഫോർ എനി ഇൽ ഓർ ഇൻജേർഡ് പീപ്പിൾ. രോഗബാധിതരോ പരിക്കേറ്റവരോ ആയ രോഗികൾക്ക് മെഡിക്കൽ, സർജിക്കൽ ആൻഡ് നഴ്സിംഗ് കെയർ അല്ലെങ്കിൽ നഴ്സിംഗ് പരിചരണങ്ങൾ നൽകുന്ന ഒരു സ്ഥാപനത്തെയാണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അതാണ് ആദ്യത്തെ ഡെഫിനിഷൻ. അത് ക്ലിയർ ആണോ? ഫസ്റ്റ് ഡെഫിനിഷൻ ഓക്കെ ആണോ? ഓക്കെ. രണ്ടാമത്തെ ഡെഫിനിഷനിൽ പറയുന്നത് ഇറ്റ്സ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇതൊരു സ്ഥാപനമാണ്. that make use of physicians, surgeons and team of technical staff in order to provide facilities for diagnosis, therapy, rehabilitation, prevention, education and research. രണ്ടാമത്തെ ഡെഫിനിഷനിൽ പറയുന്നത് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനമാണ്. അവർ എന്തൊക്കെ ആരൊക്കെ ഉപയോഗപ്പെടുത്തുന്നത്? ഫിസിഷ്യൻസിനെയും സർജൻസിനെയും ടീം ഓഫ് ടെക്നിക്കൽ സ്റ്റാഫുകളെയും ഉപയോഗപ്പെടുത്തി എന്തൊക്കെ ഫെസിലിറ്റികൾ നൽകുന്നു? ഡയഗ്നോസിസ്, രോഗനിർണയം, തെറാപ്പി, റീഹാബിലിറ്റേഷൻ, പുനരധിവാസം, പ്രിവെൻഷൻ, രോഗപ്രതിരോധം, എഡ്യൂക്കേഷൻ, പഠനം, അതുപോലെ റിസർച്ച്, ഗവേഷണം മുതലായ സൗകര്യങ്ങൾ നൽകുന്നതിന് വേണ്ടി ഫിസിഷ്യൻസിനെയും സർജൻസിനെയും ടീം ഓഫ് ടെക്നിക്കൽ സ്റ്റാഫുകളെയും ഉപയോഗപ്പെടുത്തുന്ന ഒരു സ്ഥാപനമാണ്
ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? സെക്കൻഡ് ഡെഫിനിഷൻ ക്ലിയർ ആണോ? ഓക്കെ, ഇനി പറയുന്നത് ഈ രണ്ട് ഡെഫിനിഷൻസും ചോദിക്കാറുള്ളതാണ് കേട്ടോ. ഈ രണ്ട് ഡെഫിനിഷൻസും ഇമ്പോർട്ടന്റ് ആണ്. Then next പറയുന്നത് professionally and technically skilled people apply their knowledge and skill with the help of complicated equipment and appliances to provide quality care for the patient. ഇവിടെ പ്രൊഫഷണലി ആൻഡ് ടെക്നിക്കലി സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾ നമുക്കറിയാം. ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അവിടെ ടെക്നിക്കൽ ആയിട്ട് ഒരുപാട് ജീവനക്കാർ അല്ലെങ്കിൽ ഒരുപാട് സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്നുണ്ടാവും അല്ലെ. അപ്പൊ അവിടെ ഒരുപാട് ഉപകരണങ്ങൾ, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഉപകരണങ്ങൾ അവർ കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരും ഇല്ലേ? ഉപകരണങ്ങള്, അതുപോലെ തന്നെ അപ്ലയൻസസ്, മറ്റ് സാധനങ്ങള്, മെഡിക്കൽ പരമായിട്ടുള്ള മറ്റ് അപ്പാരറ്റസുകള്, കാര്യങ്ങളെല്ലാം ഇവര് കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ എങ്ങനെയുള്ള ആളുകൾ അത് കൈകാര്യം ചെയ്യണം എന്നാ പറഞ്ഞേ? വളരെ പ്രൊഫഷണലി ആൻഡ് ടെക്നിക്കലി സ്കിൽഡ് ആയിട്ടുള്ള, വളരെ സാങ്കേതികപരമായും തൊഴിൽപരമായും വളരെ നല്ല രീതിയിൽ പരിശീലനം ലഭിച്ച ആളുകൾ അവരുടെ അറിവും വൈദഗ്ധ്യവും എന്ത് ചെയ്യുന്നു? ഇവിടെ പ്രയോജനപ്പെടുത്തുന്നു. അങ്ങനെ പ്രയോജനപ്പെടുത്തി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, സങ്കീർണമായിട്ടുള്ള ഈ ഉപകരണങ്ങളൊക്കെ യൂസ് ചെയ്ത് അല്ലെങ്കിൽ പ്രവർത്തിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? എന്തിനു വേണ്ടിയാ? ടു പ്രൊവൈഡ് ക്വാളിറ്റി കെയർ ഫോർ ദ പേഷ്യൻസ്. വരുന്ന ഓരോ പേഷ്യൻസിനും ഗുണനിലവാരമുള്ള പരിചരണം നൽകുന്നതിന് വേണ്ടി അല്ലെ? അവർ ഓരോരുത്തരും അവരുടെ തൊഴിൽപരമായിട്ടും അതുപോലെ തന്നെ അവരുടെ സാങ്കേതികപരമായിട്ടും നല്ല കഴിവുള്ള വ്യക്തികളായിരിക്കും. അപ്പൊ അവരവരുടെ നോളജ് അല്ലെ, അവരവരുടെ അറിവും അവരുടെ സ്കിൽ അല്ലെങ്കിൽ അവരുടെ വൈദഗ്ധ്യവും അവരെന്ത് ചെയ്യുന്നു? ഇങ്ങനെയുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ അപ്ലയൻസുകളിൽ ഉപയോഗപ്പെടുത്തി അല്ലെങ്കിൽ പ്രയോജനപ്പെടുത്തി എന്ത് ചെയ്യുന്നു? അവിടെ വരുന്ന ഓരോ പേഷ്യൻസിനും നല്ല ഗുണനിലവാരമുള്ള പരിചരണം നൽകുന്നു. അടുത്തത് പറയുന്നത് hospital is a place for the diagnosis and treatment of human ills and bring back of health and well-being of those temporarily prevented from enjoying this. അപ്പൊ ഹോസ്പിറ്റലുകൾ എന്ന് പറയുന്നത് is a place for the diagnosis, രോഗനിർണയം നടത്താൻ അല്ലെ. ഇപ്പോ ഒരു മനുഷ്യന്റെ എന്തെങ്കിലും രോഗവുമായി ബന്ധപ്പെട്ട്, മനുഷ്യനെ ബാധിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് വരുന്ന എന്തെങ്കിലും രോഗവുമായി ബന്ധപ്പെട്ട് കൃത്യമായ രോഗനിർണയം നടത്താൻ ഒരു ഹോസ്പിറ്റൽ വേണം അല്ലെ. അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റുകളും ഒരു ഹോസ്പിറ്റല് നൽകുന്നുണ്ട്. ആൻഡ് ബ്രിങ് ബാക്ക് ഓഫ് ഹെൽത്ത് ആൻഡ് വെൽബീങ്, ഇതിലൂടെ നല്ലൊരു ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു, നല്ല രോഗനിർണയം നടത്തുന്നു, നല്ലൊരു ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു. അതിലൂടെ നമുക്ക് ഓരോ മനുഷ്യരുടെയും ഹെൽത്ത്, ആരോഗ്യത്തെയും ക്ഷേമത്തെയും നമുക്ക് തിരികെ കൊണ്ടുവരാൻ പറ്റും. ഫ്രം ദോസ് ടെമ്പററിലി പ്രിവെന്റഡ് ഫ്രം എൻജോയിങ് ദിസ്. നമുക്കൊരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ നമുക്കൊരു അസുഖം വന്നാല് നമുക്ക് നോർമൽ ആയിട്ട് നമ്മൾ എൻജോയ് ചെയ്ത് ചെയ്യുന്ന പല കാര്യങ്ങളിലും താൽക്കാലികമായിട്ടെങ്കിലും ഒരു തടസ്സം അനുഭവപ്പെടും അല്ലെ. നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ്? നമുക്ക് നോർമൽ ആയിട്ട് നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ നമുക്ക് ചെയ്യാനൊരു തടസ്സം അനുഭവപ്പെടില്ലേ? അല്ലേ? നമുക്കൊരു ഒരു തടസ്സം അല്ലെങ്കിൽ ഒരു എന്താണ് ടെമ്പററി ആയിട്ട് താൽക്കാലികമായിട്ടെങ്കിലും ഒരു ബുദ്ധിമുട്ടുകൾ നമുക്ക് അനുഭവപ്പെടാം അല്ലെ. അപ്പൊ അങ്ങനെ അവർക്ക് താൽക്കാലികമായിട്ടാണെങ്കിലും അവർക്ക് പല കാര്യങ്ങളും ആസ്വദിച്ച് ചെയ്യാൻ പറ്റാത്തത് ഈ ഒരു അസുഖം അല്ലെങ്കിൽ ആ ഒരു രോഗം മൂലമാണെങ്കിൽ ആ രോഗത്തിൽ നിന്നും കൃത്യമായ രോഗനിർണയം നടത്തി അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്ത് ആ ഹോസ്പിറ്റൽ അവരെ എന്ത് ചെയ്യുന്നു? അവരുടെ പൂർണ്ണമായിട്ടുള്ള ആരോഗ്യത്തിലേക്കും ക്ഷേമത്തിലേക്കും ആ ഓരോ വ്യക്തിയെയും തിരിച്ചു കൊണ്ടുവരിക എന്നതാണ് ഹോസ്പിറ്റലിന്റെ പ്രധാന പ്രവർത്തനം എന്ന് പറയുന്നത്. ഇപ്പൊ രണ്ടാമത്തെ പാരഗ്രാഫിൽ പറഞ്ഞത് ഹോസ്പിറ്റലില് പ്രൊഫഷണലി സ്കിൽഡ് ആയിട്ടുള്ള, ടെക്നിക്കലി സ്കിൽഡ് ആയിട്ടുള്ള ജീവനക്കാര് വർക്ക് ചെയ്യുന്നുണ്ട്. അവരവരുടെ നോളജ്, അറിവും വൈദഗ്ധ്യവും വളരെ സങ്കീർണമായിട്ടുള്ള ഉപകരണങ്ങളിൽ പ്രയോജനപ്പെടുത്തി അവിടെ വരുന്ന ഓരോ പേഷ്യൻസിനും നല്ല ഗുണനിലവാരമുള്ള പരിചരണം നൽകുന്നു. രണ്ടാമത് പറയുന്നത് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് എന്തിനുള്ള ഇടമാണ്? മനുഷ്യരുടെ രോഗങ്ങൾ എന്താണെന്ന് കൃത്യമായി രോഗനിർണയം നടത്താനും ട്രീറ്റ്മെന്റുകൾ കൊടുക്കാനുള്ള ഇടമാണ്. അതോടൊപ്പം തന്നെ അവരുടെ ആരോഗ്യത്തെ, പൂർണ്ണമായിട്ടുള്ള ആരോഗ്യത്തെ തിരിച്ചു കൊണ്ടുവരിക, അവരെ ക്ഷേമത്തോടെ നിലനിർത്തുക മുതലായ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പ്ലേസ് അല്ലെങ്കിൽ ഒരു ഇടമാണ് ശരിക്കും ഹോസ്പിറ്റലുകൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ആ ഒരു പാരഗ്രാഫ് ഓക്കെ ആണോ? Okay. Then
ലാസ്റ്റത്തെ ഡെഫിനിഷൻ ആണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, WHO ഡെഫിനിഷൻ ആണ് കേട്ടോ. അപ്പൊ ഇവിടെ ഇങ്ങനെയുള്ള എക്സ്പാൻഡ് ഫോംസും ഷോർട്ട് ഫോമുകളും വരുന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട് കേട്ടോ. മിക്ക ചാപ്റ്റേഴ്സിലും ഇതുപോലെ എക്സ്പാൻഡ് ഫോമുകൾ ഉണ്ടാവും, ഷോർട്ട് ഫോംസ് ഉണ്ടാവും. അതിലൊക്കെ ഓപ്ഷൻസ് ആയിരിക്കും, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും കേട്ടോ. അപ്പൊ അതില് ഓപ്ഷൻസിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO എക്സ്പാൻഡ് ഫോമുകൾ ചോദിക്കാറുണ്ട് കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് അത് വരാറുണ്ട്, അതുകൊണ്ട് അതൊന്ന് നോട്ട് ചെയ്യണം കേട്ടോ. ഒരു സ്ലോ ആക്കണോ? സ്പീഡ് കൂടുതലുണ്ടോ? ഓക്കെ, സ്ലോ ആക്കാലോ. ഓക്കെ, അപ്പോ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ WHO എക്സ്പാൻഡ് ഫോം നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ 1957 പറഞ്ഞ ഒരു ഡെഫിനിഷൻ ആണ്, ഹോസ്പിറ്റലിനെ കുറിച്ച് പറഞ്ഞ ഒരു ഡെഫിനിഷൻ അല്ലെങ്കിൽ നിർവചനമാണ് അടുത്തതായിട്ട് നമുക്ക് കൊടുത്തിരിക്കുന്നത്. അതില് എന്താണ് ആ ഒരു ഡെഫിനിഷൻ അല്ലെങ്കിൽ ഒരു നിർവചനം എന്താണെന്ന് നമുക്ക് നോക്കാം. A hospital is an integral part of a medical and social organization, and the function of which is to provide for the population complete health care, both curative and preventive. ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് is an integral part of medical and social organization. വൈദ്യശാസ്ത്രപരമായിട്ടും സാമൂഹ്യപരമായിട്ടുമുള്ള ഒരു സംഘടനയുടെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒരു അവിഭാജ്യ ഘടകമാണ് ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. And the function of which, ഹോസ്പിറ്റലിന്റെ പ്രധാന പ്രവർത്തനം എന്ന് പറയുന്നത് ബോത്ത് ക്യൂറേറ്റീവ് ആൻഡ് പ്രിവെന്റീവ്, രോഗപ്രതിരോധവും പ്രിവെന്റീവ് ആയിട്ടുള്ള രോഗപ്രതിരോധവും രോഗശമനവും നൽകുന്ന രീതിയിലുള്ള ഒരു സമ്പൂർണമായിട്ടുള്ള ഒരു ആരോഗ്യ പരിചരണം പോപ്പുലേഷൻ അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾക്ക് നൽകുക എന്നതാണ് ഒരു ഹോസ്പിറ്റലിന്റെ പ്രധാന പ്രവർത്തനം എന്ന് പറയുന്നത്. ഇന്നത്തെ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഇസ് ആൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് മെഡിക്കൽ ആൻഡ് സോഷ്യൽ ഓർഗനൈസേഷൻ. മെഡിക്കൽ ആൻഡ് സോഷ്യൽ സംഘടനകളുടെ ഏറ്റവും അവിഭാജ്യ ഘടകമാണ് ഒരു ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ പ്രധാന പ്രവർത്തനം എന്ന് പറയുന്നത് രോഗശമനവും പ്രതിരോധവും നൽകുന്ന രീതിയിലും ഒരു പൂർണ്ണമായിട്ടുള്ള സമ്പൂർണമായിട്ടുള്ള രോഗികളുടെ അവിടെ ഉള്ള ഒരു പോപ്പുലേഷന് സമ്പൂർണമായിട്ടുള്ള അവരുടെ ഒരു ആരോഗ്യം മെച്ചപ്പെടുത്തുന്ന ഒരു കംപ്ലീറ്റ് ഹെൽത്ത് കെയർ, സമ്പൂർണമായിട്ടുള്ള ഒരു ആരോഗ്യ പരിചരണം അവിടെയുള്ള പോപ്പുലേഷന് അല്ലെങ്കിൽ ജനങ്ങൾക്ക് നൽകുക എന്നതാണ് ഒരു ഹോസ്പിറ്റലിന്റെ പ്രധാന പ്രവർത്തനത്തിൽ വരുന്നത്. ആൻഡ് ദോസ് ഹൂസ് ഔട്ട് പേഷ്യന്റ് സർവീസസ് റീച്ച് ഔട്ട് ടു ദ ഫാമിലി ആൻഡ് ഇറ്റ്സ് ഹോം എൻവയോൺമെന്റ്. അതുപോലെ തന്നെ അവരുടെ ഔട്ട് പേഷ്യന്റ് സേവനങ്ങൾ. എന്താണ് ഒരു ഔട്ട് പേഷ്യന്റും ഇൻപേഷ്യൻസും? ഒരു ഔട്ട് പേഷ്യന്റും ഇൻപേഷ്യന്റും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താ? അതൊക്കെ ഓരോ ഡിപ്പാർട്ട്മെന്റുകളായിട്ട് നിങ്ങൾ പഠിക്കുക കേട്ടോ. അപ്പൊ ഔട്ട് പേഷ്യന്റും ഇൻപേഷ്യന്റും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി തരാം. ഒരു ഇൻപേഷ്യന്റ് എന്ന് പറയുന്നത് നമ്മള് ഇൻപേഷ്യൻസ് ആയിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലാന്ന് വെച്ചാൽ അവിടെ നമ്മൾ ട്രീറ്റ്മെന്റിന് വേണ്ടി നമ്മൾ അവിടെ താമസിച്ച് ട്രീറ്റ്മെന്റ് എടുക്കുന്നവരെയാണ് ഇൻപേഷ്യൻസ് എന്ന് പറയുക. നമ്മൾ ആ ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്ത് ട്രീറ്റ്മെന്റുകൾ എടുക്കുന്നവരെയാണ് ഇൻപേഷ്യൻസ് എന്ന് പറയുക. അപ്പൊ നേരെ ഓപ്പോസിറ്റ് ഔട്ട് പേഷ്യൻസ് ആണെന്ന് മനസ്സിലായല്ലോ. അതെ, അഡ്മിറ്റ് ആയിട്ടുള്ള ആളുകൾ അവിടെ അഡ്മിറ്റ് ചെയ്ത് അവിടെ പ്രസന്റ് ആയി നമ്മൾ അഡ്മിറ്റ് ചെയ്ത് സ്റ്റേ ചെയ്ത് നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കുന്നവരെയാണ്. അതെ, അപ്പൊ ഔട്ട് പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നമ്മൾ അവിടെ ചെല്ലുന്നു, നമ്മൾ ആവശ്യമായ സർവീസുകൾ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് എടുക്കുന്നു, അവിടെ താമസിക്കുന്നില്ല, നമ്മൾ തിരിച്ചു പോരുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള പേഷ്യൻസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഔട്ട് പേഷ്യൻസ് എന്നാണ് വിളിക്കുന്നത്. രണ്ട് രീതിയിലുള്ള ആളുകൾ നമ്മൾ ഇനി ഓരോ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് നമ്മൾ പഠിക്കുമ്പോൾ വ്യക്തമായിട്ട് നിങ്ങൾ പഠിക്കും കേട്ടോ. അപ്പൊ ഒരു ഔട്ട് പേഷ്യന്റും ഇൻപേഷ്യന്റ് എന്ന് പറഞ്ഞാൽ, ഒരു ഇൻപേഷ്യന്റ് എന്ന് പറഞ്ഞാൽ അവിടെ അഡ്മിറ്റ് ആയി സ്റ്റേ ചെയ്ത് നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കുന്നത്. ഒരു ദിവസമെങ്കിലും നമ്മൾ നൈറ്റ് സ്റ്റേ ചെയ്ത് നമ്മൾ അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളും ഒക്കെ എടുക്കുന്നവരെയാണ് ഇൻപേഷ്യന്റ് എന്ന് പറയുന്നത്. ഔട്ട് പേഷ്യന്റ് എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലിൽ വരുന്നു, ഡോക്ടർ കൺസൾട്ട് ചെയ്യുന്നു, ആവശ്യമായ ട്രീറ്റ്മെന്റുകളോ കാര്യങ്ങളോ എടുത്ത് നമ്മൾ തിരിച്ചു പോരുകയാണ് ചെയ്യുന്നത്. അഡ്മിറ്റ് ആവുന്നില്ല അല്ലെങ്കിൽ സ്റ്റേ ചെയ്യുന്നില്ല. ക്ലിയർ ആണോ തമ്മിലുള്ള വ്യത്യാസം? ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ ഈ ഒരു ഔട്ട് പേഷ്യന്റ് സർവീസുകൾ, ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഇങ്ങനെയുള്ള ഔട്ട് പേഷ്യന്റ് സർവീസുകൾ അവിടെ വരുന്ന പേഷ്യൻസിനെ മാത്രമല്ല അവരുടെ ഫാമിലിയെയും കൂടി ഉൾപ്പെടുത്തി, അവരുടെ ഹോം എൻവയോൺമെന്റിനെയും കൂടി ഉൾപ്പെടുത്തി ഈ പറയുന്ന ഹോസ്പിറ്റലിലേക്ക് അപ്പൊ വരുന്ന പേഷ്യൻസിന് അവരുടെ നല്ല രീതിയിൽ സർവീസ് നല്ലൊരു കെയർ അവർക്ക് കിട്ടണമെങ്കിൽ അത് അവരുടെ ഫാമിലിയെയും കൂടി ഉൾപ്പെടുത്തി നൽകുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അവരുടെ ഫാമിലിയെയും കൂടി അവരുടെ പരിചരണത്തിന്റെ ഭാഗമാക്കുകയും അതിനുവേണ്ടി അവരുടെ ഫാമിലിയെയും അവരുടെ ഒരു ഹോം എൻവയോൺമെന്റും കൂടി ഇതിൽ
ഉൾപ്പെടുത്തുകയും ചെയ്യുക. അതിലൂടെയാണ് കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ട് നമുക്ക് പേഷ്യൻസിന് നല്ലൊരു പരിചരണം കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. തേർഡ് വൺ ആയിട്ട് പറയുന്നത് the hospital is also a center for the training of health workers and biosocial research. അതോടൊപ്പം തന്നെ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് എന്തിന്റെ സെന്റർ അല്ലെങ്കിൽ എന്തിന്റെ കേന്ദ്രമാണെന്നാ പറയുന്നത്? ഫോർ ദ ട്രെയിനിങ് ഓഫ് ഹെൽത്ത് വർക്കേഴ്സ്, ആരോഗ്യ വർക്കേഴ്സ്, ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് വർക്കേഴ്സ് നമ്മുടെ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നുണ്ട് അല്ലെ. അവർക്കുള്ള പരിശീലനം നൽകുന്ന ഒരു കേന്ദ്രങ്ങളായിട്ട് ഹോസ്പിറ്റലുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സമൂഹവുമായി ബന്ധപ്പെട്ട ബയോസോഷ്യൽ റിസർച്ചുകള്, ഗവേഷണങ്ങൾ നടത്തുന്ന കേന്ദ്രങ്ങളായിട്ട് ഹോസ്പിറ്റലുകൾ പ്രവർത്തിക്കുന്നു. അപ്പൊ ഒരു വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഡെഫിനിഷനിൽ ഒരു ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മെഡിക്കൽ ആൻഡ് സോഷ്യൽ ഓർഗനൈസേഷന്റെ ഏറ്റവും ഇന്റഗ്രൽ പാർട്ട് അല്ലെങ്കിൽ ഏറ്റവും അവിഭാജ്യമായിട്ടുള്ള ഒരു ഘടകമാണ് ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ പ്രധാന പ്രവർത്തനം എന്ന് പറയുന്നത് രോഗശമനവും പ്രതിരോധവും നൽകുന്ന രീതിയിൽ ഒരു സമ്പൂർണമായിട്ടുള്ള ആരോഗ്യ പരിചരണം അവരുടെ പോപ്പുലേഷൻ അല്ലെങ്കിൽ ജനങ്ങൾക്ക് നൽകുക എന്നതാണ് ഒരു ഹോസ്പിറ്റലിന്റെ പ്രധാന പ്രവർത്തനത്തിൽ ഉൾപ്പെടുന്നത്. അതുപോലെ തന്നെ അവരുടെ ഔട്ട് പേഷ്യന്റ് സർവീസുകൾ എന്ത് ചെയ്യുക? അവരുടെ ഫാമിലിയിലേക്കും അവരുടെ ഹോം എൻവയോൺമെന്റിലേക്കും വ്യാപിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഹെൽത്ത് വർക്കേഴ്സിന്റെ ട്രെയിനിങ് അല്ലെങ്കിൽ പരിശീലനങ്ങൾ നൽകുന്ന ഒരു കേന്ദ്രമാണ്. അതുപോലെ തന്നെ ബയോസോഷ്യൽ റിസർച്ചുകൾ അല്ലെങ്കിൽ ഗവേഷണങ്ങൾ നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു കേന്ദ്രം കൂടിയാണ് ഹോസ്പിറ്റൽ എന്നാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ WHO പറഞ്ഞിരിക്കുന്ന നിർവചനത്തിൽ ഉൾപ്പെടുന്നത്. ക്ലിയർ ആണോ അവരുടെ ഡെഫിനിഷൻ? ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ബ്രീഫ് ചെയ്യാം. ഈ ഒരു ഇൻട്രൊഡക്ഷൻ ഭാഗം, ഈ ഒരു ഫസ്റ്റ് ചാപ്റ്റർ ഇത്രേ ഉള്ളൂ കേട്ടോ, ചെറിയൊരു ചാപ്റ്റർ ആണ്. അപ്പൊ ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞ ഒരു ചാപ്റ്ററിന് നമ്മുടെ ഹിസ്റ്ററി, നമ്മുടെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഹോസ്പിറ്റലിന്റെ ആ ഒരു ആമുഖമാണ് നമ്മൾ പറഞ്ഞത്. എന്താണ് അല്ലെങ്കിൽ എന്താണ് ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് എന്തൊക്കെയാണ്? ആദ്യം തന്നെ നമ്മൾ പോയിന്റ് പറഞ്ഞത് ഹോസ്പിറ്റൽ, ഹോസ്റ്റൽ, ഹോട്ടൽ, ഹോസ്പൈസ് മുതലായിട്ടുള്ള ഇംഗ്ലീഷ് വേർഡുകളെല്ലാം ലാറ്റിൻ നൗൺ ആയിട്ടുള്ള ഹോസ്റ്റ്സിൽ നിന്നുമാണ് ഉത്ഭവിച്ചിരിക്കുന്നത്. ഇനി ലാറ്റിൻ നൗൺ ആയിട്ടുള്ള ഹോസ്റ്റ്സ് എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥമാണ്, എന്തൊക്കെ അർത്ഥങ്ങൾ വരുന്നുണ്ട്? എ ഗസ്റ്റ് ഓർ വിസിറ്റർ, ഒരു അതിഥി അല്ലെങ്കിൽ സന്ദർശകൻ എന്ന അർത്ഥം വരുന്നുണ്ട്. അതുപോലെ തന്നെ അതിഥിക്കോ സന്ദർശകനോ താമസമോ വിനോദമോ നൽകുന്ന ഒരാളെന്ന അർത്ഥം വരുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ വരുന്ന ഗസ്റ്റുകൾക്ക് അല്ലെങ്കിൽ സന്ദർശകർക്ക് അല്ലെങ്കിൽ അതിഥിക്ക് താമസം നൽകുന്ന അല്ലെങ്കിൽ അതിഥിയെ സ്വീകരിക്കുന്ന ഇടം എന്നും അർത്ഥം വരുന്നുണ്ട്. അടുത്തത് പറഞ്ഞത് 18th and 19th സെഞ്ചുറിയിലുണ്ടായ ഒരു ക്രമാനുഗതമായ പരിണാമത്തിൽ നിന്നും നമ്മുടെ ഹോസ്പിറ്റലുകൾ പഴയ കാലങ്ങളായിട്ട് അല്ലെങ്കിൽ ഒരു 50 വർഷങ്ങളായിട്ട് അവർ പിന്തുടരുന്ന ഒരു കോൺസെപ്റ്റ്, അതായത് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ജസ്റ്റ് രോഗികൾക്ക് ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ചികിത്സ കൊടുക്കുന്ന ഒരു കേന്ദ്രം എന്ന ഒരു കോൺസെപ്റ്റിൽ നിന്നും പുതിയ പുതിയ ആശയങ്ങൾ ഉൾപ്പെടുത്തി പുതിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന് പുതിയ ഹോസ്പിറ്റലുകളായി മാറാൻ ആരംഭിച്ചു. രണ്ടാമത് പറഞ്ഞത് നിലവിലെ നമ്മുടെ ഹോസ്പിറ്റലുകൾ എന്ന് പറയുന്നത് ജസ്റ്റ് ഹീലിംഗ് സെന്റേഴ്സ് അല്ലെങ്കിൽ രോഗശമനം നൽകുന്ന കേന്ദ്രങ്ങൾ മാത്രമല്ല, മറിച്ച് ഒരു സമ്പൂർണകരമായിട്ടുള്ള ഒരു ആരോഗ്യകരമായ ഒരു ജീവിതത്തെ പ്രോത്സാഹിപ്പിക്കുന്ന കേന്ദ്രങ്ങളായി നമ്മുടെ ഹോസ്പിറ്റലുകൾ മാറി. അതുപോലെ തന്നെ പൊതുജനങ്ങൾക്ക് എപ്പോഴും ഇഷ്ടം എല്ലാ ഫെസിലിറ്റികളും കൂടി കിട്ടുന്ന ഒരു ഹോസ്പിറ്റലുകളിൽ പോവാൻ തന്നെയാണ്. ഈ ഒരു ആശയത്തിന്റെ അടിസ്ഥാനത്തില് പുതിയ ഫെസിലിറ്റികൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവരാൻ തുടങ്ങി. ഒരു സമഗ്രവും പ്രതിരോധവും രോഗശമനവും അതുപോലെ തന്നെ പുനരധിവാസവും ഉൾപ്പെടുന്ന സർവീസുകൾ കൊടുക്കാൻ അല്ലെങ്കിൽ സൗകര്യങ്ങൾ കൊണ്ടുവരാൻ തുടങ്ങിയപ്പോ ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള ആളുകളുടെ മനസ്സിലെ ചിത്രവും ഗ്രാജുവലി മെച്ചപ്പെടാനായിട്ട് ആരംഭിച്ചു. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് ഡെഫിനിഷൻസ് ആണ്. അതിൽ ഒന്നാമത്തെ ഡെഫിനിഷൻ പറഞ്ഞത് രോഗികളോ അതുപോലെ പരിക്കേറ്റവരോ ആയ രോഗികൾക്ക് മെഡിക്കൽ, സർജിക്കൽ ആൻഡ് നഴ്സിംഗ് കെയർ മുതലായ പരിചരണങ്ങൾ നൽകുന്ന സ്ഥാപനമാണ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു. രണ്ടാമത്തെ ഡെഫിനിഷനിൽ പറഞ്ഞത് ഇതൊരു സ്ഥാപനമാണ്.
ഇവിടെ ഒരു സമഗ്രമായിട്ടുള്ള ഒരു സമ്പൂർണമായിട്ടുള്ള രോഗ നിർണയം നടത്തുന്നുണ്ട്, അതുപോലെ രോഗ തെറാപ്പികൾ നടത്തുന്നുണ്ട്, അതോടൊപ്പം തന്നെ പുനരധിവാസം നൽകുന്നുണ്ട്, അതോടൊപ്പം തന്നെ രോഗപ്രതിരോധവും രോഗശമനവും പഠനവും ഗവേഷണവും മുതലായ എല്ലാ സൗകര്യങ്ങളും കൊടുക്കുന്നതിന് വേണ്ടി ഫിസിഷ്യനെയും സർജനെയും ടെക്നിക്കൽ ടീമുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഒരു സ്ഥാപനമാണ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിരുന്നു. ഇനി അടുത്തത് നമ്മൾ പറഞ്ഞത് ഒരു പ്രൊഫഷണലി സ്കിൽഡ് ആയിട്ടുള്ള ടെക്നിക്കലി സ്കിൽഡ് ആയിട്ടുള്ള ആളുകള് വർക്ക് ചെയ്യുന്നുണ്ട്. അവർ ആ ഒരു ടെക്നിക്കൽ ടീം എന്തിനു വേണ്ടി വർക്ക് ചെയ്യുന്നു? അവരവരുടെ നോളജും സ്കില്ലും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സമഗ്രമായ ഉപകരണങ്ങളിലും അപ്പാരറ്റസുകളിലും ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ വരുന്ന ഓരോ പേഷ്യൻസിനും നല്ല ക്വാളിറ്റിയുള്ള നല്ല ഗുണനിലവാരമുള്ള പരിചരണം നൽകുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് വരുന്ന ഓരോ രോഗിയുടെയും രോഗം എന്താണെന്ന് കൃത്യമായ രോഗനിർണയം നടത്തുന്നു, അതിനനുസരിച്ച് ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്നു. അതിലൂടെ ആ ഓരോ പേഷ്യൻസിനും പൂർണ്ണമായിട്ട് അവർ ആരോഗ്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും അവരുടെ ക്ഷേമം നിലനിർത്താനും സഹായിക്കുന്ന ഒരു ഇടമായിട്ട് ഹോസ്പിറ്റൽ മാറുന്നു. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞിരിക്കുന്ന ഡെഫിനിഷൻ ആണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞിരിക്കുന്നത് ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് മെഡിക്കൽ ആൻഡ് സോഷ്യൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ സംഘടനകളുടെ ഏറ്റവും അവിഭാജ്യ ഘടകമാണ് ഹോസ്പിറ്റൽ എന്നാണ്. ഹോസ്പിറ്റലിന്റെ പ്രധാന പ്രവർത്തനം അവരുടെ പോപ്പുലേഷൻ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഒരു സമ്പൂർണമായിട്ടുള്ള ആരോഗ്യ പരിചരണം നൽകുക. എങ്ങനെയാ? എല്ലാ തരത്തിലും രോഗപ്രതിരോധവും രോഗശമനവും നൽകുന്ന രീതിയിലുള്ള ഒരു സമ്പൂർണമായിട്ടുള്ള ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു പരിചരണം അവരുടെ ഓരോ പോപ്പുലേഷനിലുള്ള ഓരോ ജനങ്ങൾക്കും നൽകുക എന്നതാണ് ഒരു ഹോസ്പിറ്റലിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഹോസ്പിറ്റലിലെ ഔട്ട് പേഷ്യന്റ് സർവീസുകൾ അവരുടെ ഫാമിലിയിലേക്കും അവരുടെ ഹോം എൻവയോൺമെന്റിലേക്കും വ്യാപിപ്പിക്കുകയും അതോടൊപ്പം തന്നെ പല ഹെൽത്ത് വർക്കേഴ്സിന്റെയും പരിശീലനം നൽകുന്ന കേന്ദ്രങ്ങളാണ് ഹോസ്പിറ്റലുകൾ. അതോടൊപ്പം തന്നെ ഗവേഷണങ്ങൾ നടത്തുന്ന കേന്ദ്രങ്ങൾ കൂടിയാണ് ഹോസ്പിറ്റലുകൾ എന്നാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആണോ? ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടോ? ഓക്കെ ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്ററുകളാണ്. ആദ്യത്തെ ചാപ്റ്റേഴ്സ് ഒക്കെ വളരെ സിമ്പിൾ ആണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മോഡ്യൂളിലൊക്കെ നമുക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റുകളെ കുറിച്ചൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ കേട്ട് പരിചയമുള്ള അല്ലെങ്കിൽ നമ്മൾ പോയി പരിചയമുള്ള ഡെഫിനേഷൻ പാർട്ട് ഒന്നുകൂടി പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ നമ്മൾ ഓരോ നോട്ട്സ് ഒന്നും എഴുതണ്ട കേട്ടോ. നോട്ട്സ് ഒന്നും നമ്മൾ അങ്ങനെ എഴുതണ്ട. നിങ്ങളുടെ ഈ നോട്ട്സ് തന്നെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ കേട്ടോ. എക്സ്ട്രാ നോട്ട്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ചെറുതായിട്ടുണ്ടെങ്കിൽ മാത്രം ടീച്ചേഴ്സ് പറയുന്ന സമയത്ത് ഒന്ന് നോട്ട് ചെയ്തെടുത്താൽ മതി. അല്ലാത്തവയൊക്കെ നമ്മുടെ ഈ ഒരു നോട്ടിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഫോളോ ചെയ്താൽ മതി കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നോട്ട് ചെയ്ത് വെച്ച് തന്നെ പഠിച്ചാൽ മതി. ഓക്കെ, എക്സ്ട്രാ നോട്ടോ കാര്യങ്ങളോ ഒന്നും എഴുതിയെടുക്കേണ്ട കാര്യമില്ല കേട്ടോ. ഓക്കെ, പിന്നെ ഞാൻ ഇൻ കേസ് ചിലപ്പോ ചില ഡെഫിനിഷൻസോ അല്ലെങ്കിൽ ചിലപ്പോ ചില വേർഡ്സിന്റെ എക്സ്പാൻഡഡ് ഫോമോ കാര്യങ്ങളോ ഒന്നും തന്നിട്ടില്ല എങ്കിൽ ടീച്ചേഴ്സ് അത് ക്ലാസ്സിൽ പറഞ്ഞു തരുന്ന സമയത്ത് നിങ്ങളുടെ ഇപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ അതിൽ തന്നെ നോട്ട് ചെയ്ത് വെച്ചാലും മതി കേട്ടോ. അല്ലാതെ നിങ്ങളുടെ ഈ ഒരു നോട്ട് തന്നെയാണ് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ ഓക്കെ, ഏത് ഡെഫിനിഷനാണ് ക്ലിയർ ആവാത്തത്? പത്മശ്രീ, ഏത് ഡെഫിനിഷനാണ് മിസ് പറഞ്ഞു തരേണ്ടത്? രണ്ട് ഡെഫിനിഷൻസും വേണോ അതോ ഏതെങ്കിലും ഒരെണ്ണമാണോ? ഏതാണ് ഡെഫിനിഷൻ ഉള്ളത്? സെക്കൻഡ് ആൻഡ് തേർഡോ? സെക്കൻഡ് വൺ പറയുന്നത് an institution. ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് എന്താ? ഒരു സ്ഥാപനമാണ് അല്ലെ? ഒരു സ്ഥാപനമാണ്. അപ്പൊ ആ ഒരു സ്ഥാപനത്തില് ആരെയൊക്കെ അവർ ഉപയോഗപ്പെടുത്തുന്നുണ്ട്? അവിടെ ഫിസിഷ്യൻസ് ഉണ്ട് അല്ലെ, സർജൻസ് ഉണ്ട്, ടീം ഓഫ് ടെക്നിക്കൽ സ്റ്റാഫുകൾ ഉണ്ട്. അപ്പൊ ഇവരെയൊക്കെ ഇമ്പോർട്ടന്റ് ആയത് പറയാം കേട്ടോ. അപ്പൊ അവിടെ ഫിസിഷ്യൻസ്, സർജൻസ്, ടീം ഓഫ് ടെക്നിക്കൽ സ്റ്റാഫ് മുതലായ ആളുകളെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് രോഗനിർണയം നടത്തുന്നു. എന്തൊക്കെ ഫെസിലിറ്റികളാണ് നമ്മൾ ആ ഹോസ്പിറ്റലിൽ കൊടുക്കുന്നത്? രോഗനിർണയം നടത്തുന്നുണ്ട്, പല തെറാപ്പികൾ കൊടുക്കുന്നുണ്ട്, പുനരധിവാസങ്ങൾ കൊടുക്കുന്നുണ്ട്, ആൻഡ് പ്രിവെൻഷൻ രോഗപ്രതിരോധം നൽകുന്നുണ്ട്, അതുപോലെ പഠനം നടത്തുന്നുണ്ട്, ഗവേഷണങ്ങൾ നടത്തുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റികളും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും കൊടുക്കാൻ വേണ്ടി ഫിസിഷ്യൻസിനെയും സർജൻസിനെയും ടീം ഓഫ് ടെക്നിക്കൽ സ്റ്റാഫുകളെയും
ഉപയോഗിക്കുന്ന ഒരു സ്ഥാപനമാണ് എന്തെന്ന് പറയുന്നത്? ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? സെക്കൻഡ് ഡെഫിനിഷൻ ക്ലിയർ ആണോ? കിട്ടാത്തവർക്കൊക്കെ ഓക്കെ ആണോ? സെക്കൻഡ് ഡെഫിനിഷൻ ക്ലിയർ ആണോ? ഓക്കെ. തേർഡ് ഡെഫിനിഷനിൽ പറയുന്നത്, തേർഡ് ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഡെഫിനിഷൻ ആണ് കേട്ടോ. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഡെഫിനിഷനിൽ പറയുന്നത് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ആൻഡ് സോഷ്യൽ ഓർഗനൈസേഷൻ, മെഡിക്കൽ അതുപോലെ തന്നെ സോഷ്യൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ സംഘടനകളുടെ ഏറ്റവും അവിഭാജ്യ ഘടകമാണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഒരു ഹോസ്പിറ്റലിന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ പ്രവർത്തനം? ബോത്ത് ക്യൂറേറ്റീവ് ആൻഡ് പ്രിവെന്റീവ്, രോഗപ്രതിരോധവും രോഗശമനവും നടത്തുന്ന രീതിയിൽ അവിടുത്തെ പോപ്പുലേഷന് അല്ലെങ്കിൽ പോപ്പുലേഷനിൽ അല്ലെങ്കിൽ ജനങ്ങളുടെ ഓരോ ജനങ്ങൾക്കും അവർക്ക് എങ്ങനെയുള്ള ഒരു ഹെൽത്ത് ആണ്? കംപ്ലീറ്റ് ഹെൽത്ത് കെയർ, ഒരു സമ്പൂർണമായിട്ടുള്ള ആരോഗ്യ പരിചരണം നൽകുക എന്നതാണ് ഒരു ഹോസ്പിറ്റലിന്റെ പ്രവർത്തനം. മനസ്സിലായോ? ആ ഒരു ഇന്റഗ്രൽ പാർട്ടാണ്. അതായത് ഒരു മെഡിക്കൽ ആൻഡ് സോഷ്യൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ സംഘടനകളുടെ ഒരു ഇന്റഗ്രൽ അല്ലെങ്കിൽ ഒരു അവിഭാജ്യ ഘടകമാണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഹോസ്പിറ്റലിന്റെ പ്രധാന പ്രവർത്തനം എന്ന് പറയുന്നത് രോഗപ്രതിരോധവും രോഗശമനവും നൽകുന്ന രീതിയിൽ പോപ്പുലേഷന് അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഒരു സമ്പൂർണപരമായിട്ടുള്ള ഒരു ആരോഗ്യ പരിചരണം നൽകുക എന്നതാണ് ഒരു ഹോസ്പിറ്റലിന്റെ പ്രവർത്തനം. ഇനി അടുത്തത് പറയുന്നത് ഔട്ട് പേഷ്യന്റ് സർവീസസ്, ഹോസ്പിറ്റലിന്റെ ഔട്ട് പേഷ്യന്റ് സേവനങ്ങൾ അവരുടെ ഫാമിലിയിലേക്കും അതുപോലെ തന്നെ അവരുടെ ഹോം എൻവയോൺമെന്റിലേക്കും വ്യാപിപ്പിക്കുക. അതോടൊപ്പം തന്നെ അവിടെ വരുന്ന ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഹെൽത്ത് വർക്കേഴ്സിന് പരിശീലനങ്ങൾ നൽകുന്ന ഒരു കേന്ദ്രമാണ് ഹോസ്പിറ്റൽ. അതോടൊപ്പം തന്നെ ബയോസോഷ്യൽ റിസർച്ചുകള് അല്ലെങ്കിൽ സാമൂഹ്യപരമായിട്ടുള്ള പലതരത്തിലുള്ള ഗവേഷണങ്ങൾ നടത്തുന്ന കേന്ദ്രങ്ങളാണ് ഹോസ്പിറ്റലുകൾ. അതുപോലെ ഹെൽത്ത് വർക്കേഴ്സിന് ട്രെയിനിങ് അല്ലെങ്കിൽ പരിശീലനങ്ങളും നൽകുന്ന കേന്ദ്രങ്ങളാണ് ഹോസ്പിറ്റലുകൾ എന്നാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഡെഫിനിഷനിൽ ഹോസ്പിറ്റൽ എന്താണ് എന്നാണ് അവരുടെ ഡെഫിനിഷനിൽ പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ ഓക്കെ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നോട്ട് ചെയ്യാം കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ആ ഫസ്റ്റ് ഭാഗമാണ്. അവിടെ ഏത് ഇംഗ്ലീഷ് വേർഡ്സ് ആയിട്ടുള്ള ഏതൊക്കെ ഇംഗ്ലീഷ് വേർഡ്സിന്റെ ലാറ്റിൻ നൗൺ, ഇംഗ്ലീഷ് വേർഡ്സിന്റെ ഒറിജിൻ ആണ് ലാറ്റിൻ നൗൺ ആയിട്ടുള്ള ഹോസ്പിസിൽ നിന്ന് വന്നിരിക്കുന്നത്. അതുപോലെ അതിന്റെ വേർഡ്സിന്റെ മീനിങ് എന്തൊക്കെയാണ് എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് ഉള്ള ഭാഗം. അതുപോലെ തന്നെ രണ്ടാമത്തത് പറയുന്നത് ഡെഫിനിഷൻ ഓഫ് ഹോസ്പിറ്റൽ. രണ്ട് ഡെഫിനിഷൻസ്, ആ ഒരു ആദ്യത്തെ രണ്ട് ഡെഫിനിഷൻ നോക്കാം. അതുപോലെ തന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ WHO എക്സ്പാൻഡ് ഫോം പഠിച്ചു വെക്കുക. അതുപോലെ ആ ഒരു ഡെഫിനിഷനും നോക്കി വെക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങള് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നോക്കണം. ക്ലിയർ ആണോ? ഓക്കെ. ഇതിലെ മെയിൻ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തി മിസ് മോക്ക് ടെസ്റ്റിൽ ഇട്ടേക്കാം കേട്ടോ. നെക്സ്റ്റ് ഡേ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് കിട്ടുമ്പോൾ അതിൽ നിങ്ങൾക്കുള്ള മെയിൻ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉൾപ്പെടുത്തി ഇട്ടേക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ജസ്റ്റ് ആ ഒരു ചാപ്റ്റർ ഒന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. നെക്സ്റ്റ് ചാപ്റ്റർ വരുന്നത് ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽസ് ആണ് കേട്ടോ. ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽ സെക്കൻഡ് ചാപ്റ്റർ ആണ്. എന്താണ് ചോദിച്ചത്? വർഷ എന്താ ചോദിച്ചേ? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനെ കുറിച്ചാണോ ചോദിച്ചത്? എന്താ ചോദിച്ചത് മിസ്സിന് മനസ്സിലായില്ലല്ലോ. ഒന്നുകൂടി മെസ്സേജ് ചെയ്യാമോ? ഓക്കെ, നമ്മള് സെക്കൻഡ് ചാപ്റ്റർ കേട്ടോ, ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽസ് ആണ് നെക്സ്റ്റ് എടുക്കാൻ പോകുന്നത്. ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽസിലും ഇതുപോലെ തന്നെ നമ്മൾ ഹോസ്പിറ്റലിനെ കുറിച്ചൊരു ചരിത്രമാണ്. നമുക്കറിയാം ഇന്ന് കാണുന്ന ഒരു ഹോസ്പിറ്റലിൽ പെട്ടെന്നൊരു ഇന്നത്തെ ആ ഒരു വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആ ഒരു ഡെഫിനിഷനിൽ നിന്നും എന്തൊക്കെ ക്വസ്റ്റ്യൻ വരും എന്നാണോ ചോദിക്കുന്നത്? ആ ഡെഫിനിഷനും നോക്കണം. അതുപോലെ തന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ WHO എക്സ്പാൻഡ് ഫോമിലെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അത് പല രീതിയിൽ മാറ്റിത്തരാം. അപ്പൊ അങ്ങനെ ഓപ്ഷൻസ് ഇടാം എന്നാണ് മിസ് ഉദ്ദേശിച്ചത് കേട്ടോ.
കാണാതെ പഠിച്ചു വെക്കേണ്ട, നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചാൽ മതി കേട്ടോ. ഓപ്ഷൻസ് ആയിരിക്കും, ആ ഓപ്ഷനിൽ നിന്ന് ചൂസ് ചെയ്യാൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിരിക്കും കേട്ടോ. 4 ഓപ്ഷൻസ് ഉണ്ടാവും. ഓപ്ഷനിൽ നിന്ന് നിങ്ങൾക്ക് ആൻസർ കൃത്യമായിട്ട് ചൂസ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് ദിവസം മോക്ക് ടെസ്റ്റ് ഒക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് ഓട്ടോമാറ്റിക്കലി അത് എന്താണ് യൂസ്ഡ് ആയിക്കോളൂ കേട്ടോ. അതൊന്നും ഓർത്ത് പേടിക്കൊന്നും വേണ്ട. മോക്ക് ടെസ്റ്റ് ഒക്കെ ആയിട്ട് നമുക്ക് തരുമ്പോൾ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ആ ക്വസ്റ്റ്യന്റെ മോഡലും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ആ കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ അതൊക്കെ പ്രാക്ടീസ് ആയിക്കോളൂ കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് നെക്സ്റ്റ് ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ്. ഇതിന് ജസ്റ്റ് സിമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നത് ഓരോരോ കാലഘട്ടം നമുക്കറിയാം. ഒരു ഹോസ്പിറ്റല് പണ്ട് കാലഘട്ടം മുതൽ ഇന്ന് ഈ കാണുന്ന ഹോസ്പിറ്റലുകൾ ആയതുവരെ ഒരുപാട് അധികം പരിണാമങ്ങൾ സംഭവിച്ചാണ് അത് ഇന്ന് ഈ കാണുന്ന ഹോസ്പിറ്റൽ ആയിട്ടുള്ളത് അല്ലെ. പെട്ടെന്ന് ഒരു ദിവസം അങ്ങ് വന്നതല്ല അല്ലെ. അപ്പൊ അതിനനുസരിച്ച് ഒരുപാട് ഗ്രാജുവൽ എവല്യൂഷൻസ് അല്ലെങ്കിൽ പരിണാമങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഓരോരോ മാറ്റങ്ങൾ, അപ്പൊ ഓരോ സ്റ്റേജിലും അല്ലെങ്കിൽ ഓരോ കാലഘട്ടത്തിലും എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചാണ് നമ്മൾ ഇന്നീ കാണുന്ന ഹോസ്പിറ്റൽ എന്നൊരു ആശയത്തിലേക്ക് ഒരു അവസ്ഥയിലേക്കും എത്തിയിരിക്കുന്നത്. അതാണ് നമ്മൾ ഈ ഒരു സെക്കൻഡ് ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പറയുന്നത്. ഓരോ കാലഘട്ടങ്ങൾ പഠിക്കും, ആ കാലഘട്ടത്തിലെ ഓരോരോ ഹോസ്പിറ്റലിലും ഉണ്ടായിരുന്ന പ്രത്യേകതകളെ കുറിച്ച് പഠിക്കും. അതിനനുസരിച്ച് ഓരോ കാലഘട്ടത്തിലും നെക്സ്റ്റ് സ്റ്റേജിലേക്ക് വരുമ്പോൾ നെക്സ്റ്റ് കാലഘട്ടത്തിലേക്ക് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി, അങ്ങനെ നമ്മൾ ഇന്ന് കാണുന്ന ഹോസ്പിറ്റൽ വരെ നമ്മൾ എന്ത് ചെയ്യുന്ന ആ ഒരു ഹിസ്റ്ററി അല്ലെങ്കിൽ ആ ഒരു ചരിത്രമാണ് നമ്മൾ ഈ ഒരു സെക്കൻഡ് ചാപ്റ്ററിൽ പഠിക്കുന്നത്. ജസ്റ്റ് നമ്മൾ ഒന്ന് പറഞ്ഞു വെച്ചിട്ടുള്ളൂ. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇപ്പൊ ഫസ്റ്റ് ചാപ്റ്ററുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ എന്തെങ്കിലും നോട്ട്സോ കാര്യങ്ങളോ ഉണ്ടോ? ക്ലിയർ ആണോ? സ്പീഡ് കൂടുന്നുണ്ടോ? സ്പീഡൊക്കെ കൂടുന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. ഒരു നോർമൽ സ്പീഡ് ഉണ്ടാവും, ഒരു ആവറേജ് സ്പീഡ് ഉണ്ടാവും. കാരണം നമുക്ക് പോർഷൻസ് കൃത്യസമയത്ത് എടുത്ത് തീർക്കേണ്ടതായതുകൊണ്ട് നമ്മളൊരു മിനിമം സ്പീഡ് എല്ലാ ടീച്ചേഴ്സും കീപ്പ് ചെയ്തായിരിക്കും പോകുന്നത്. ഒരുപാട് സ്പീഡ് ആവുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ എന്തെങ്കിലും പോയിന്റ്സോ കാര്യങ്ങളോ റിപ്പീറ്റ് ചെയ്യണം അല്ലെങ്കിൽ ക്ലിയർ ആയില്ല എങ്കിലും ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ ഓക്കെ, PDF നിങ്ങൾക്ക് PDF തരുമായിരിക്കും കേട്ടോ. PDF ഇതുവരെ തന്നിട്ടില്ല എന്നല്ലേ പറഞ്ഞേ? അതോ കിട്ടിയിട്ടുണ്ടോ? PDF കിട്ടിയിട്ടുണ്ടോ നിങ്ങൾക്ക്? ഈ ഒരു ചാപ്റ്റേഴ്സിന്റെ ഫസ്റ്റ് മോഡ്യൂളിലെ PDF കിട്ടിയിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, ഞാൻ ഇവിടെ ഇൻഫോം ചെയ്തേക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ് തുടങ്ങിയിട്ടുണ്ടല്ലോ, അപ്പൊ നിങ്ങൾക്ക് നോട്ട്സോ കാര്യങ്ങളെല്ലാം മോക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്യണമെങ്കിൽ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ PDF ആവശ്യമായിരിക്കും. അപ്പൊ അതിനനുസരിച്ച് ഞാൻ ഇൻഫോം ചെയ്തേക്കാം. അപ്പോ PDF കിട്ടുകയാണെങ്കിൽ അത് വെച്ച് നിങ്ങൾ പഠിക്കുക. ടെക്സ്റ്റുകൾ കിട്ടി ഒരുപാട് ടെക്സ്റ്റ് വൈകുകയാണെങ്കിൽ റെക്കോർഡ് ക്ലാസ്സുകൾ നെക്സ്റ്റ് ഡേ കിട്ടുള്ളൂ കേട്ടോ. റെക്കോർഡ് ക്ലാസ്സുകൾ ഉണ്ടാവും, അത് നെക്സ്റ്റ് ഡേ ആയിരിക്കും. ഇന്ന് ക്ലാസ് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ ആയിരിക്കും നിങ്ങൾക്ക് അത് അവൈലബിൾ ആക്കിയിട്ടാട്ടോ. ഒരു ആഫ്റ്റർനൂൺ ആയിരിക്കും അത് നിങ്ങൾക്ക് അവൈലബിൾ ആക്കിയിട്ടാട്ടോ. അത് നിങ്ങളുടെ ഗ്രൂപ്പുകളിലും കാര്യങ്ങളിലും നിങ്ങൾക്ക് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് തരും കേട്ടോ. ഇന്നലത്തെ ക്ലാസ് ഉദ്ദേശിച്ചത് ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണോ? ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണോ ജെസ്സി ഉദ്ദേശിച്ചത്? ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിന്റെ ഇന്നലെയാണെങ്കിൽ ഇന്ന് കിട്ടുള്ളൂ കേട്ടോ. ഇന്നായിരിക്കും അതിന്റെ ക്ലാസ് ഇട്ടിട്ടുണ്ടാവും. ഇപ്പോ ആഫ്റ്റർനൂൺ ഇത് കാണും അല്ലോ, ഇട്ടിട്ടുണ്ട് അല്ലെ? അതൊക്കെ ഇട്ടെന്ന് പറയുന്നുണ്ടല്ലോ. ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടും കേട്ടോ. അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടുവെക്കണം കേട്ടോ. കണ്ടിട്ട് വേണം നമ്മൾ പുതിയ ക്ലാസ്സുകളൊക്കെ കാണാനായിട്ട്. എന്നാൽ മാത്രമേ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആവുള്ളൂ. ഓരോ മോഡ്യൂൾസിലും നിങ്ങൾക്ക് അത് മോഡ്യൂൾ വൈസ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്നൊക്കെ നിങ്ങൾക്ക് എന്താണ് ഓൾറെഡി ഇട്ട് തരും കേട്ടോ. ഓരോ മോഡ്യൂൾസിലും ഏതൊക്കെ ചാപ്റ്ററുകൾ ഉണ്ട്, എത്ര എണ്ണം ഉണ്ടെന്നൊക്കെ ഉള്ളത് നമ്പേഴ്സ് വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ നമുക്ക് ഓൾറെഡി നിങ്ങൾക്ക് തരും കേട്ടോ. PDF ആയിട്ട് തന്നെ അത് വാങ്ങിച്ചു തരും കേട്ടോ. അടുത്ത ദിവസങ്ങളിൽ അതൊക്കെ കിട്ടും. ഓക്കെ ഓക്കെ, ശരിയാണ്. അപ്പോ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ നെക്സ്റ്റ് ഡേ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പൊ നെക്സ്റ്റ് ഡേ നമുക്ക് പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.